എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ആദ്യം ഫ്ലെയിമിങ് എന്താന്ന് പറഞ്ഞല്ലേ. ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചൂടാക്കുക. ഒരു ഫയറിന്റെ മുകളിൽ നമ്മൾ കുറച്ചു നേരം പിടിച്ചിട്ട് അത് ഹോട്ട് ആവണ വരെ, റെഡ് ഹോട്ട് ആവണ വരെ ചൂടാക്കുന്നതാണ് ഫ്ലെയിമിംഗ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻസിനറേഷൻ ആയിരുന്നു അല്ലെ. ഇൻസിനറേഷൻ നമ്മൾ പറഞ്ഞു ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇപ്പൊ നമ്മളെ ക്ലോത്ത്, PVCs അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കത്തിച്ച് കളയാം, കമ്പഷൻ ചെയ്യുക. അതാണ് ആ കമ്പഷൻ ചെയ്ത് കളയുന്ന പ്രൊസീജിയറിനാണ് എന്ത് പറയുന്നത്? ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിയിച്ച് കളയുന്ന പ്രോസസ്സാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതാണ് അതിൽ പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ കമ്പഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ ദ വേസ്റ്റ് മെറ്റീരിയൽ. വേസ്റ്റ് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കരിയിച്ച് കളയും, കത്തിച്ച് കരിയിച്ച് കളയുന്ന പ്രോസസ്സാണ് എന്ത്? ഇൻസിനറേഷൻ. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ PVC അതുപോലെ കണ്ടാമിനേറ്റഡ് ക്ലോത്ത്, പാത്തോളജിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇതിനെ എന്താണ്? എക്സാമ്പിൾ ആണ്, കരിയിച്ച് കളയുന്ന എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? നമ്മുടെ ഹോട്ട് എയർ ഓവൻ. ആരാണ്? ഹോട്ട് എയർ ഓവൻ. അതാണ് നമ്മളിപ്പോ കാണിച്ചത്. അപ്പൊ വീഡിയോ കാണിച്ചിരുന്നില്ല, എനിക്ക് വീഡിയോ അയച്ചു തരാം കേട്ടോ അതിന്റെ. അപ്പൊ ഹോട്ട് എയർ ഓവനിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹോട്ട് എയർ ഓവൻ ആർ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെ, കറണ്ടിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് എയർ ഓവൻ. ഡൗട്ട് ഇല്ലല്ലോ പോയിന്റില്? ഇല്ല. അപ്പൊ ഹോട്ട് എയർ ഓവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. The oven uses dry heat to sterilize articles. Articles പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകൾ ഇട്ടാ, പിപ്പറ്റ്, ടെസ്റ്റ് ട്യൂബ്, കോണിക്കൽ ഫ്ലാസ്കുകൾ, അതൊക്കെ എന്താണ്? ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഡ്രൈ ഹീറ്റ് ആണ് അല്ലെ. അവിടെ വെള്ളം എന്തെങ്കിലും ഉപയോഗിച്ചാ? ഇല്ല. അതിൽ കൂടെ പോകുന്ന നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരു ഹീറ്റ്, ഡ്രൈ ഹീറ്റ്. അതിന് മൊത്തം അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹീറ്റ് പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? ഒബ്ജക്റ്റിനൊക്കെ എന്ത് ചെയ്യണത്? ചൂടാക്കാന്നല്ലേ ഇനി പറയാം. എന്ത് ചെയ്യണത്? സ്റ്റെറിലൈസ് ചെയ്യണത്. എന്ത് ചെയ്യണത്? സ്റ്റെറിലൈസ് ചെയ്യണത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്, സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ അവിടെ എന്ത് ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഡ്രൈ ഹീറ്റ് ആണോ മോയിസ്റ്റ് ഹീറ്റ് ആണോ? ഡ്രൈ ഹീറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ടെമ്പറേച്ചർ പറയുന്നത് എത്രയാണ്? 50 to 300 ഡിഗ്രി ആണ് അതിന്റെ ടെമ്പറേച്ചർ. നമ്മളവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണ കാണിച്ചതില്ല. അപ്പൊ അതിൽ എത്ര ടെമ്പറേച്ചർ ആണ്? 50 to 300 ഡിഗ്രിയിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്ന ടെമ്പറേച്ചർ. അയാൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന കാണിച്ചിരുന്നില്ലേ? അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. തെർമോസ്റ്റാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടൈം ടെമ്പറേച്ചർ ഇത്ര അയാൾ 100 ഡിഗ്രി കാണിച്ചതില്ലേ ഞാൻ ആക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത്? തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ തെർമോസ്റ്റാറ്റ്, ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും ആ ഇൻക്യുബേറ്ററിന്റെ മുകളിൽ എന്തിനു വേണ്ടി? ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ബാക്കി എന്ത് ചെയ്തത്? അപ്പൊ ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ. അപ്പൊ ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ 3 മെത്തേഡുകൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഏതായത്? ഫ്ലെയിമിംഗ്, സെക്കൻഡ് വൺ ഇൻസിനറേഷൻ ആൻഡ് ദ തേർഡ് വൺ ഹോട്ട് എയർ ഓവൻ, which is the most widely used sterilization technique by using dry heat. ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷന്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്ര മുതലാണ്? 50 to 300 മുതലാണ്. പിന്നെ അതെന്തെങ്കിലും ഡ്രൈ ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലേ? ഡൗട്ടില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അതിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെന്നുള്ളത് പറയുന്നത്? ഗ്ലാസ് വെയേഴ്സ്, ഫോർസെപ്സ്, സിസേഴ്സ്, കത്രികളില്ലേ, പിന്നെ ലിക്വിഡ് പെരാഫിൻ, അതിൽ പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിച്ചാൽ മതി. ജസ്റ്റ് ഇത്ര ഓർക്കുക. ഗ്ലാസ് വെയർ, ഫോർസെപ്സ്, ടെസ്റ്റ് ട്യൂബ്, പിപ്പറ്റ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ എന്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട് എയർ ഓവൻ വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കഴിഞ്ഞിട്ട് അടുത്തത് എന്താ പോകും? അതെന്താ? പിന്നെന്താ? പ്രിക്വേഷൻസ് ആണോ ഇനി? അപ്പൊ ഇനി നമ്മളത് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളത് കേട്ടോ. ഗ്ലാസ് വെയേഴ്സ് ഷുഡ് ബി ഡ്രൈ. എന്ത് ചെയ്യണം? നമ്മളെ ഗ്ലാസ് വെയേഴ്സ് എന്തായിരിക്കണം? ഡ്രൈ ആയിരിക്കണം. പിന്നെ ഓവൻ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കണ പോലെ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്? ഓവനിൽ കുത്തി നടക്കരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും എന്താ പറ്റില്ല? ഹീറ്റിന് എത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ നടക്കില്ല. പിന്നെ ആർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ മാനർ ടു അലോ ഫ്രീ എയർ അല്ലെ. എയറിന് നമ്മൾ കണ്ട് അതിന്റെ ഉള്ളിൽ ഒരു ഫാൻ റൊട്ടേഷൻ ആണ് അല്ലെ. അപ്പൊ ആ എയറിന് പാസ് ചെയ്യാൻ, ലോകത്ത് കൂടി പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഒബ്ജക്റ്റുകൾ, ആർട്ടിക്കിൾസ് വേണം അവിടെ നമ്മൾ ഒബ്ജക്റ്റുകൾ ഇട്ടാ. ആ ആർട്ടിക്കിൾസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? എയർ സർക്കുലേഷൻ ഉള്ളതായിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡോർ ഓഫ് ദ
ഓവൻ ഷുഡ് ബി ഓപ്പൺഡ് ആഫ്റ്റർ ഇറ്റ് കൂൾ ഡൗൺ. അതായത് നല്ല ചൂടുള്ള സമയത്ത് എങ്ങനെ കൊണ്ടുപോയി തുറന്ന് എന്താ ഉണ്ടാവുക, നമ്മള് കുക്കർ വിസിൽ വിളിച്ച പാടെ നമ്മൾ കൊണ്ടുപോയി തുറന്നു പൊട്ടി തെറിക്കാണ്ട് അതിന്റെ എയർ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കൂലേ, അപ്പൊ പൊള്ളലേൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കൂളായിട്ട് മാത്രമാണ് എന്ത് തുറക്കാൻ പാടുള്ളൂ, ഓവണ് ഓവന്റെ ഡോർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, തുറക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിക്വേഷൻസ് ആയിട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് പ്രിക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് വെയർസ് എന്തായിരിക്കണം, ഡ്രൈ ആയിരിക്കണം, പിന്നെ ഓവർലോഡ് ചെയ്യാൻ പാടില്ല, പിന്നെ ആർട്ടിക്കിൾസിന് എയർ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യണം, പിന്നെ ഡോർ പെട്ടെന്ന് തന്നെ പോയിട്ട് തുറക്കാൻ പാടില്ല. പിന്നെ ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ ടെമ്പറേച്ചർ അവിടെ സെറ്റ് ചെയ്തില്ലേ, അപ്പൊ ഓരോ ടെമ്പറേച്ചർ വെക്കുമ്പോ അതിന് എത്ര മിനിറ്റ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ 160 ഡിഗ്രിയിലാണെങ്കിൽ നമ്മൾ എത്ര ടൈം കൊടുക്കണം, 45 കൊടുക്കണം. 170 സെറ്റ് ചെയ്യണമെങ്കിൽ 18 മിനിറ്റ്. പിന്നെ അടുത്ത എത്ര, 180 77.5, പിന്നെ 190 1.5 അവർ. മനസ്സിലായല്ലോ? ഇത്രയും ഇല്ല, ഇത്ര തന്നെ ഉള്ളു നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇവിടെ ടെമ്പറേച്ചർ കൂടും തോറും ടൈം എന്ത് ചെയ്ത് വന്നു, കുറഞ്ഞു വന്നു. അതാ നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആക്കും പറഞ്ഞില്ലേ ടൈം ടെമ്പറേച്ചറിന്. ടെമ്പറേച്ചർ കൂടുമ്പോ ടൈം എന്ത് ചെയ്ത് കുറഞ്ഞു, കാരണം അത്ര കുറച്ച് സമയം മതി സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണ കാരണം. ക്ലിയർ ആലോ? ഡൗട്ട് ഇല്ലല്ലോ അത്. പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, they do not require water, അല്ലെ? അതിന് എന്താ ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല. ആൻഡ് there is not much. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആവി തട്ടുമ്പോഴാണോ വെള്ളം ചൂടായത് കൊള്ളുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആവി തട്ടുമ്പോ അല്ലെ, അപ്പൊ നമുക്ക് ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് നമുക്ക് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഓവൺ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കണതാണോ ഓവൻ ഉപയോഗിക്കണതാണോ കൂടുതൽ സേഫ് ആയിട്ട്, ഓവൺ ആണല്ലേ. മറ്റേത് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. കുറച്ചുകൂടി സേഫ് ഏതാണ്, നമ്മുടെ ഓവൺ ആണ്. അതാണ് പറയുന്നത് safer to work with. They do not require water. വെള്ളം ആവശ്യമില്ല സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. There is not much pressure built within the oven. ഓവന്റെ ഉള്ളിൽ അത്ര വലിയ പ്രഷർ ഉണ്ടാവും. ഒരു കുക്കറിന്റെ ഉള്ളിൽ പ്രഷർ ഉണ്ടാവും, ഓവന്റെ ഉള്ളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതലായിട്ട് സേഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലബോറട്ടറി എൻവയോൺമെന്റിൽ സ്യൂട്ടബിൾ ആണ്, യൂസ് ചെയ്യാൻ എന്താണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഓട്ടോക്ലേവ്സിനെക്കാട്ടി എന്താണ് സ്മോളർ ആണ്. ഓട്ടോക്ലേവ് പറഞ്ഞിട്ട് നേരത്തെ പ്രഷർ കുക്കറിന് പോലത്തെ സാധനം കാണിച്ചതല്ലേ, കാണിച്ചു തരട്ടെ, ഞങ്ങൾ പേടിക്കണ്ട എന്താന്ന്. അപ്പൊ അത് പറയുമ്പോൾ കുറച്ചും കൂടി സ്ഥലമൊക്കെ വേണം എടുത്തെക്കാനും അതിന്റെ യൂസ് ചെയ്യാൻ. ഇത് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് സ്മോളർ ആണ്, നമുക്ക് ഉപയോഗിക്കാനൊക്കെ എന്താണ് വളരെ സുഖമായിരിക്കും. അപ്പൊ അതൊക്കെ എന്തെങ്കിലും അഡ്വാൻറ്റേജ്. ആസ് ദേ യൂസ് ഡ്രൈ ഹീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മോർ ഹീറ്റ്, സം ഓഫ് ലൈക്ക് പ്രിയോൺസ് മേ നോട്ട് ബി കിൽഡ്. പിന്നെ എന്താണ് ഒരു ദോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേതിൽ കില്ല് ചെയ്യുന്ന പോലെ എല്ലാ ഓട്ടോറോവളിൽ നമ്മൾ വെച്ച് മറ്റേ പ്രഷർ കുക്കർ വന്നില്ലേ ഓട്ടോക്ലേവ്, അതിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനെയും ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആണ് പ്രിയോൺസ് എന്ന് പറഞ്ഞേ, പ്രിയോൺസ് കേട്ടാ. പ്രിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു വേരിയേഷൻ, ന്യൂക്ലിക് ആസിഡിന്റെ ഒരു വേരിയേഷൻ കാണിച്ചാൽ ഇതൊന്നും ഒരാളെങ്കിലും എടുത്തരോ. ഇതിന്റെ ഒരു നോർമൽ പ്രോട്ടീനാണ് പി കാണുന്നത്. ഏത് ഈ ചുരുണ്ടിട്ട് കിടക്കണണ്ട നോർമൽ പ്രോട്ടീൻ. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാ? ഇത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അല്ലേ. അപ്പൊ ഇതിന്റെ പ്രോട്ടീൻ ഒരു കൺഫോർമേഷൻ വന്നു, ഒരു മാറ്റം വന്നു, രൂപാന്തരം വന്നു. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വരാം. അതായത് വൈറസ് വളരുന്ന എൻവയോൺമെന്റിൽ നിന്ന് വരാം, അതിൽ ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരാം, മ്യൂട്ടേഷൻ, വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച കാരണം വരാം, എന്ത് കാരണങ്ങൾ കൊണ്ടോ. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീന്റെ വൈറസ് പറഞ്ഞാല്. അതിനെന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് എന്ത് ചെയ്യുക, ഇത് ഈ ഇങ്ങനത്തെ രൂപത്തിൽ വരിക, അതിന്റെ പ്രോട്ടീൻ എന്തെങ്കിലും ചേഞ്ച് വരിക. അപ്പൊ ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയാ, പ്രിയോൺസ്. അപ്പൊ ഇങ്ങനെ വന്ന സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇത് നോർമൽ രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും, ഓട്ടോറോമിൽ നശിപ്പിക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് വന്ന കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോറോമിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നശിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത്ര കാര്യങ്ങളാണ്. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത്. ഇപ്പൊ പ്രിയോണ് പോലുള്ള അബ്നോർമൽ ആയിട്ടുള്ള പാത്തോജൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഒരിക്കലും ഓട്ടോറോമിനോട് നമുക്ക് എന്തെങ്കിലും നശിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായ? ഇത്ര കാര്യങ്ങളാണ് ഓട്ടോറോമിനോടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഓട്ടോറോമിൽ പറഞ്ഞതെന്ന് പറഞ്ഞേ. ഓട്ടോറോമിൽ എന്തൊക്കെയാ പറഞ്ഞത്? വാട്ടർ ഉപയോഗിക്കണം. വാട്ടർ ഫസ്റ്റ് മുതൽ പറയട്ടെ. ഫസ്റ്റ് മുതൽ ഓട്ടോറോമിൽ ഇറ്റ് ഈസ് എ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് ശ്രീനിത. പിന്നെ ഡ്രൈ ഹീറ്റ് ആണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 300 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ. പിന്നെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും അല്ലെ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു
തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഡ്രൈ ഹീറ്റ്, അതായത് ഡ്രൈ ഹീറ്റ് നമ്മൾ പറയുമ്പോൾ ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, അതുപോലെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ നടത്താറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, പിന്നെ അതിന്റെ മറ്റു എന്തൊക്കെയാണ് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, പിന്നെ എന്താണ് അതിന് അതിന്റെ ഗ്ലാസുകളൊക്കെ ഡ്രൈ ആയിരിക്കണം. എന്തൊക്കെ പ്രിക്വേഷൻസാ വേണ്ടത് അല്ലെ? ഡ്രൈ ആയിരിക്കണം, പിന്നെ പിന്നെ ഓവർലോഡ് ആവാൻ പാടില്ല, പിന്നെ എയർ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യണം, പിന്നെ ഡോർസ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ കഴിഞ്ഞിട്ട് ഓരോന്നിന്റെ ടെമ്പറേച്ചർ പറഞ്ഞില്ലേ, ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ടൈം, ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ടൈം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. വാട്ടർ വേണ്ട, വാട്ടർ ഒന്നും വേണ്ടാത്ത അധികം പ്രഷർ എന്ത് ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് സേഫ് ആയിരിക്കും വർക്ക് ചെയ്യാൻ, സ്യൂട്ടബിൾ നമ്മുടെ എൻവയോൺമെന്റിൽ ലബോറട്ടറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ സ്യൂട്ട് ആയിരിക്കും. പിന്നെ ഓട്ടോക്ലേവിന്റെ അത്ര വലിപ്പമില്ലാത്ത കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എന്തായിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാല് പ്രിയോൺസ് നശിപ്പിക്കാൻ ഹോട്ട് എയർ ഓവനോട് പറ്റില്ല. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ എത്ര കാര്യങ്ങള്. അപ്പൊ എന്തൊക്കെ പഠിച്ചതെന്ന് സ്റ്റെറിലൈസേഷൻ, പിന്നെ ഡിസിൻഫെക്ഷൻ, ആന്റിസെപ്സിസ്, ബാക്ടീരിയോ സ്റ്റാറ്റിക്, ഡീകണ്ടാമിനേഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ, ഫിസിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡില് സൺലൈറ്റ്, ഡ്രൈയിങ്, ഹീറ്റ്, ഡ്രൈ ഹീറ്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്, പിന്നെ റേഡിയേഷൻ, ഫിൽട്രേഷൻ. പിന്നെ കെമിക്കൽസിൽ കുറച്ച് പഠിച്ചില്ലേ, ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് പേരുകൾ പഠിച്ച്. പിന്നെ എന്താണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പഠിച്ച്. എന്താ തെർമൽ ഡെത്ത് ടൈം പറഞ്ഞാല് ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് മൂന്നെണ്ണം പഠിച്ച്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഡൗട്ട് ഇല്ലല്ലോ? മൂന്നെണ്ണം പ്രിക്വേഷൻസ്, അതിന്റെ പ്രിക്വേഷൻസും കാര്യങ്ങളും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെറിലൈസേഷൻ. ബുക്കൊന്നും ഇല്ലല്ലോ, ഇപ്പൊ നല്ല സുഖമായിട്ടിരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞ ഒരു അറ്റത്തേക്ക് എത്തും. മൈക്രോബയോളജി സിലബസ് അയച്ചു കണ്ട ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കൂടി അതൊക്കെ നമുക്ക് ഉള്ളതാണ്. അപ്പൊ നോക്ക്, അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷനെ കുറിച്ച് പഠിച്ചല്ലേ. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ പഠിച്ചതിന് കുറെ ടേംസുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഇനി നമ്മൾക്ക് ഇനി പഠിക്കാതെ ഡ്രൈ ഹീറ്റ് നമ്മൾ പഠിച്ചില്ലേ. ഡ്രൈ ഹീറ്റിൽ മൂന്നെണ്ണം പഠിച്ച്, ഫ്ലെയിമിങ് പഠിച്ച്, പിന്നെ ഇൻസിനറേഷൻ പഠിച്ച്, ഹോട്ട് എയർ ഓവൻ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് മോയിസ്റ്റ് ഹീറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, മോയിസ്റ്റ്. അപ്പൊ എന്തോ ഉണ്ടല്ലോ, ഏതാ വീഡിയോ പ്രിയോൺസിന്റെ പിക്ചർ കാണിച്ചു, ആ പ്രോട്ടീന്റെ, ആ ഹോട്ട് എയർ ഓവനിൽ മറ്റൊരു സ്ട്രൈറ്റ് ആയിട്ട് അപ്പൊ നോക്കിട്ടാ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോയിസ്റ്റ് ഹീറ്റ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഈർപ്പുണ്ടാവും അതിലല്ലേ, ഒരു നനവ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് പറയുമ്പോൾ മനസ്സിലാവും എന്താ. അപ്പൊ മോയിസ്റ്റ് ഹീറ്റിനെ പ്രധാനമായിട്ട് 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി, ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി. അപ്പൊ 3 എണ്ണാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ്? ടെമ്പറേച്ചർ below 100 degree, temperature at 100 degree, temperature above 100 degree. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ആണ്. അതായത് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്ക്, നമ്മൾ ഈ പാക്കറ്റ് പാലിന്റെ പാക്കറ്റ് എടുത്ത് പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് എഴുതി കണ്ടിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും? അതെന്താ സംഭവം? അത് ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടാവും പാസ്ചറൈസേഷൻ. നമ്മളൊന്നും പഠിച്ചില്ലേ പാസ്ചറൈസേഷൻ? അപ്പൊ ഞാൻ പറഞ്ഞത് വരും എന്ന് പറഞ്ഞു പഠിക്കാള്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു 1860 ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ കംപ്ലൈന്റ് പറയാണ്, പാലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോവാണ്, പിരിഞ്ഞു പോവാണ്, കേടുവരികയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ ചിന്തിക്കാണ്, എന്താ ചെയ്യഞ്ഞി ഇതിപ്പം ഇതാക്കണ്ടേ. അപ്പൊ ഇയാള് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അപ്പൊ അയാൾക്ക് മനസ്സിലാവും, അത് കുറച്ച് കാലം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസം കേടരാതെ നിൽക്കുന്നുണ്ട് മനസ്സിലാവും. ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾ വീണ്ടും കാണാം, പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്ത് കൊണ്ട് കേടരുന്നുണ്ട് അല്ലെ.
അപ്പം ഇനി ഇതെന്താ അതിനൊരു സൊല്യൂഷൻ ഇങ്ങനെ അയാൾ ചിന്തിക്കുമ്പോൾ ഇയാൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബാക്ടീരിയ നശിച്ചു പോകും അല്ലേ? പിന്നെ ഇതിങ്ങനെ കുറേ സമയം വെക്കുമ്പോൾ ഓൾറെഡി പിന്നെ വീണ്ടും ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ടീരിയ വരും. അപ്പൊ അതിനെതിരൊരു പരിഹാരം കാണണ്ടേ? അപ്പൊ അയാൾ എന്തോ ചെയ്തിട്ടുണ്ടാവും. വെരി ഗുഡ്, ഒരു ക്ലാപ്പ് കൊടുത്താൽ. അപ്പൊ അയാൾ എന്താ ചെയ്യാ? അതിനെ തണുപ്പിക്കുമ്പോ പിന്നെ അതിൽ എന്ത് ചെയ്യില്ല, ബാക്ടീരിയക്ക് വളരാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒരു ടെമ്പറേച്ചർ വേണം ബാക്ടീരിയക്ക് വളരാൻ. അതാണ് പാലൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് കടയിലൊക്കെ വന്നാല്. അതാണ് ഈ പാല് വേണമെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കലൊന്നും ഇല്ലല്ലോ, പിന്നെ ഡയറക്റ്റ് ആയിട്ട്. കാരണം അത് ഓൾറെഡി എന്ത് ചെയ്തിട്ട് വരുന്നതാണ്, തിളപ്പിച്ച് വരുന്ന പാല. അപ്പൊ അതാണ് പാസ്ചറൈസേഷൻ. തിളപ്പിക്കും എന്നിട്ട് അതിനെ പിന്നെ തണുപ്പിക്കും. ചൂടാറിയിട്ട് പാക്കറ്റിലാക്കും, പിന്നെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി നമ്മള് കടയിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പാല് എടുക്കുക. അതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്ചറൈസേഷൻ. അപ്പൊ മിൽക്ക് കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്ചറൈസേഷൻ. അപ്പൊ അതിലെന്താ ആദ്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആദ്യം എന്ത് ചെയ്യും, 63 ഡിഗ്രി സെൽഷ്യസിൽ, എത്രയാണ് 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ പാല് ഹോൾഡർ മെത്തേഡ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കണത്. അതായത് 63 ഡിഗ്രി 30 മിനിറ്റ്സ്. അതല്ലെങ്കിൽ വേറൊരെണ്ണം പറയുന്നുണ്ടല്ലോ ഹോൾഡർ 72 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ്. മനസ്സിലായില്ലേ? അവിടെ ടെമ്പറേച്ചർ കൂടിയപ്പോ സമയം കുറഞ്ഞ് കണ്ടോ. രണ്ട് മെത്തേഡിൽ വെക്കാം. 63 ഡിഗ്രിയിലാണെങ്കിൽ എത്ര മിനിറ്റ് വെക്കണം, 30 മിനിറ്റ് വെക്കണം. 72ലാണെങ്കിൽ 15 to 20 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം, ബോയിൽ ചെയ്യിക്കണം. എന്നതിന് ശേഷം അത് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, കൂൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 ഡിഗ്രി സെൽഷ്യസിൽ അത് കൂൾ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്താ ഉണ്ടാവുക, ഈ തിളപ്പിക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസ് ഒക്കെ നശിച്ചു പോകും. തണുപ്പിക്കുമ്പോൾ പിന്നീട് അതിൽ എന്ത് ചെയ്യില്ല, ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യും. ആ ഒരു മെത്തേഡാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്ചറൈസേഷൻ. എന്താ പാസ്ചറൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനെ ബോയിൽ ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യിക്കുക, തണുപ്പിക്കുക. അപ്പൊ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് പറയുന്നത് 63 ഡിഗ്രിയിൽ 30 മിനിറ്റ്, അതല്ലെങ്കിൽ 72 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ്. ഇതിലെന്താ ടാർഗറ്റ് ചെയ്യുന്നത്, ഇതിലെല്ലാ പാത്തോജൻസും നശിച്ചു പോകും കേട്ടോ. ഓൾ നോൺ സ്പോറിംഗ് പാത്തോജൻസ് ഒക്കെ എന്ത് ചെയ്തു പോകും, നശിച്ചു പോകും. അപ്പൊ അത്രയാണ് പറയുന്നത്. പിന്നെ അടുത്തതിൽ എന്താ പറയുന്നത്, അത്രയുള്ളതിൽ എക്സാമ്പിൾ പറയുന്നത് മൈക്കോ ബാക്ടീരിയ, ബ്രൂസെല്ല്, സാൽമണല്ല, ഈ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് സ്പോർ അതൊക്കെ നശിച്ചു പോകും. ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ബാക്ടീരിയകൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്ത് പോകും, അതിൽ നശിച്ചു പോകും എന്നാ പറയുന്നത്. ഡൗട്ടില്ലല്ലോ? നെക്സ്റ്റ് ഉള്ളത് ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി അല്ലെ. 60, 72 എന്നൊക്കെ പറയുന്നത് എന്താണ്, 100-നെക്കാട്ടും താഴെയാണ്. അതാണ് ബിലോ 100. ഇനി ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി, 100 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ബോയിലിംഗ്, നമ്മൾ തിളപ്പിക്കുന്ന സംഭവം ഇല്ല അത്. പാലാവാൻ വേറെ എന്തോ ആയിരിക്കാം, നമുക്ക് എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല പറയുന്നുണ്ട്. നോട്ട് റെക്കമെൻഡ് ഫോർ സ്റ്റെറിലൈസിങ്. കണ്ട, അത് നമ്മൾ എന്ത് ചെയ്യാനും ഉപയോഗിക്കാറില്ല, സ്റ്റെറിലൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. ബട്ട് യൂസ്ഡ് ഫോർ എന്താ ഇതിലുള്ളത്, ഡിസ്ഇൻഫെക്ഷൻ. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കില്ല. സ്റ്റെറിലൈസേഷൻ പറയുമ്പോൾ അതിൽ എന്തൊക്കെ നശിച്ചു പോകണം, വെജിറ്റേറ്റീവും സ്പോറും നശിച്ചു പോകണം അല്ലെ. ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷൻ അല്ലെ. അതായത് ജീവനുള്ളതിനെ മാത്രം എന്ത് ചെയ്യാനാണ്, കില്ല് ചെയ്യാനാണ് എന്തുകൊണ്ട് പറ്റുള്ളൂ, മാത്രമേ കില്ല് ചെയ്യാനാണ് ബോയിലിംഗ് കൊണ്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത്. പിന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യാം എങ്ങനെയാണ്, എന്ത് ആഡ് ചെയ്തിട്ട് അതിൽക്ക് സ്റ്റെറിലൈസേഷൻ നമുക്ക് ചെയ്യാം എങ്ങനെ, അതിലേക്ക് എന്താ ആഡ് ചെയ്യണം, സ്റ്റെറിലൈസേഷൻ മേ ബി പ്രൊമോട്ടഡ് സോഡിയം ബൈകാർബണേറ്റ്. ആ വെള്ളത്തിലേക്ക് 2% ബൈകാർബണേറ്റ് ആഡ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് എന്താ പറ്റും, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞ മനസ്സിലായാ? ഇല്ല, മനസ്സിലായില്ല. അപ്പൊ എന്തുകൊണ്ടാകും, നമ്മൾ ഇപ്പൊ ഈ 2% സോഡിയം ബൈകാർബണേറ്റ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് എന്താ ഉണ്ടാവുക, അപ്പൊ എങ്ങനെയാ സ്റ്റെറിലൈസേഷൻ നടക്കുക. അപ്പൊ അതിന് എന്തിനെ കൊല്ലാളെ കഴിവുണ്ടോ, വെജിറ്റേറ്റീവിനെ സ്പോർട്സിനെ കൂടി കൊല്ലാളെ കഴിവുണ്ട്. അതാണ് പറയുന്നത്. മനസ്സിലായ? സാധാ വാട്ടർ ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ പറ്റാത്തത്. അത് സ്റ്റെറിലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സ്റ്റെറിലൈസേഷൻ പറയുമ്പോൾ വെജിറ്റേറ്റീവും സ്പോറൊക്കെ നശിച്ചു പോകണം. പക്ഷെ ഈ സാധാ ബോയിലിംഗ് കൊണ്ട് എന്ത് മാത്രം നടക്കുള്ളൂ, ഡിസ്ഇൻഫെക്ഷൻ മാത്രമേ സംഭവിക്കുള്ളൂ. കാരണം വെജിറ്റേറ്റീവ് ആയിട്ടുള്ളത് ജീവനുള്ളത് മാത്രം എന്ത് ചെയ്തുള്ളൂ, നശിച്ചു പോകുള്ളൂ. ആ സ്പോറ് നശിക്കൂല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ 2% സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാം, സ്റ്റെറിലൈസേഷൻ നടക്കും. അപ്പൊ അതിൽ നിന്ന് രണ്ടും എന്ത് ചെയ്ത് പോകും, നശിച്ചു പോകും. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 10 to 30 മിനിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്,
100 ഡിഗ്രി ആണ് അല്ലേ? ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രിയിൽ നമ്മൾ 10 to 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായ? അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ട് 10 to 30 മിനിറ്റ് 100 ഡിഗ്രിയിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായ? ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റീം അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ, അതായത് എബവ് 100 ഡിഗ്രി പറഞ്ഞില്ലേ, അതാണ് ഈ പറയുന്നത്. ഇതാണ് നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ ഉണ്ടല്ലോ. മീഡിയ പറഞ്ഞാല് നമ്മൾ ഈ ബാക്ടീരിയ വളരാനുള്ള അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാണ് നമ്മൾ ഏതിലാണ് ചെയ്യാം, ഈ എബവ് 100 ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്യാം. ഇതെന്താണ്, വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ പറയണൊക്കെ നോട്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കി വെക്കണമെങ്കിൽ അവരോടൊക്കെ. അപ്പൊ ഇൻഎക്സ്പെൻസീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെലവ് കുറഞ്ഞൊരു മെത്തേഡാണ് ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഈ സ്റ്റീം അറ്റ് എബവ് 100 ഡിഗ്രി സെൽഷ്യസിൽ. പിന്നെ ഇത് എത്രയാണ് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഓൺ 3 സക്സസീവ് ഡേയ്സ്. അതായത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ദിവസം 20 മിനിറ്റ് 100 ഡിഗ്രിയിൽ, വീണ്ടും രണ്ടാമത്തെ ദിവസം 100 ഡിഗ്രിയിൽ 20 മിനിറ്റ്, മൂന്നാമത്തെ ദിവസം 100 ഡിഗ്രിയിൽ 20 മിനിറ്റ്, അങ്ങനെ 3 ദിവസം. അതിനെ പറയുന്ന പേരാണ് ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ. എന്താണ് ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ? അതല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് കൂടി പറയും, എഴുതി വെക്കിട്ടാ, ടിൻഡലൈസേഷൻ. TY ഇല്ല ഇതിലുണ്ടാവില്ല, അങ്ങനെ അതിൽ ആഡ് ചെയ്തില്ല. ടിൻഡലൈസേഷൻ എഴുതി വെക്കിട്ട, TYNDALLIZATION. അപ്പൊ എന്താണ് ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ടെമ്പറേച്ചറിൽ എത്ര മിനിറ്റ് എത്ര ദിവസം 100 ഡിഗ്രിയിൽ 20 മിനിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഡേയ്സിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് ടിൻഡലൈസേഷൻ എന്ന് പറയാം. അതിന് വേറൊരു പേരെന്താണ്, ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ എന്നും കൂടി പറയും. എന്താണ് ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ? അടുത്ത ക്ലാസ് നമ്മൾ ഇതിന്റെ നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷൻ എന്നും കൂടി പറയും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ 3 ദിവസം ഇതിനാ ചെയ്യുന്നത്? അതിന്റെ വളർച്ച. ആദ്യത്തെ ദിവസത്തെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ളതിനൊക്കെ എന്ത് ചെയ്ത് പോകും, നശിപ്പിക്കും. പിന്നത്തേല് നമ്മളെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ ചെയ്യും. അതിലെന്താ ചെയ്തിട്ടുള്ളത് നോക്കും, പകുതി. ഫസ്റ്റ് എക്സ്പോഷർ കില്ല് vegetative bacteria and then the exposure will kill vegetative bacteria that mature from the spore. അതായത് ആദ്യത്തെ ദിവസം കില്ല് ചെയ്യുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും, വെജിറ്റേറ്റീവ് ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്ത് പോകും, നശിച്ചു പോകും. പിന്നെ പിന്നെ കുറച്ച് സമയം കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയതുണ്ടാവും. അപ്പൊ അതിനും കൂടി എന്ത് ചെയ്ത് പോകും, നശിപ്പിക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഒരു സമയം കൊടുക്കും, എന്നിട്ട് കുറച്ചു നേരം ബാക്കിയുള്ളതിനെ വളരാൻ അനുവദിക്കും, വീണ്ടും കുറച്ച് സമയം കൊടുക്കും, വീണ്ടും അതിനെ വളരാൻ അനുവദിക്കും, വീണ്ടും നശിപ്പിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 ദിവസം കൊടുക്കുന്നത്, കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ആദ്യത്തെ ദിവസത്തിൽ എന്ത് മാത്രമാണ് സ്റ്റെറിലൈസ് ചെയ്യുക, വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സെൽസ്. രണ്ടാമത്തേല് സ്പോർട്സ് ഒക്കെ, സ്പോർട്സിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന എല്ലാതും എന്ത് ചെയ്ത് പോകും, നശിച്ചു പോകും. ഡൗട്ട് ഇല്ലല്ലോ? 3 എണ്ണം നമ്മൾ പറഞ്ഞത് മോയിസ്റ്റ് ഹീറ്റിൽ 3 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ് മോയിസ്റ്റ് ഹീറ്റിൽ 3 എണ്ണം പറഞ്ഞത്? below 100 degree, at 100 degree, പിന്നെ above 100 degree. അപ്പൊ ഇനി പറയണ്ടല്ലോ പാസ്ചറൈസേഷൻ എന്താണെന്ന് അറിയാലോ, ബോയിലിംഗ് എന്താ മനസ്സിലായില്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ടിൻഡലൈസേഷൻ. ഡൗട്ട് ഇല്ലല്ലോ, ചോദിക്കണതാട്ടോ ടിൻഡലൈസേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞിരുന്ന ഒരു ഓട്ടോക്ലേവിനെ കുറിച്ച് പഠിച്ചില്ലേ, സ്റ്റീം അണ്ടർ പ്രഷർ. കുക്കർ നമ്മളെ വീട്ടിലത്തെ കുക്കറൊക്കെ ഇല്ലേ, അതന്നെ സംഭവം. കുക്കറിന്റെ വേറൊരു ഫോമാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോക്ലേവ്, അതല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയും. എന്ത് പറയും? സ്റ്റീം സ്റ്റെറിലൈസർ. ആവിയിൽ സ്റ്റെറിലൈസ് ചെയ്യാണ്, അതാണ് അർത്ഥം. ഓട്ടോക്ലേവ് അതല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയും. അപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത് നോക്ക്. ഓട്ടോക്ലേവ് ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസ് സ്റ്റീം ടു സ്റ്റെറിലൈസ് എക്യുപ്മെന്റ് ആൻഡ് അതർ ഒബ്ജക്ട്സ്. അതായത് ഈ സ്റ്റീം ഉപയോഗിച്ചിട്ട്, ഈ ആവി ഉപയോഗിച്ചിട്ട്, വെള്ളത്തിൽ നിന്നുണ്ടാണ് ആവില്ല, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്തായിട്ടുണ്ടെങ്കിൽ ഓട്ടോക്ലേവ്. എന്താണ് ഓട്ടോക്ലേവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്തുപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? സ്റ്റീം ഉപയോഗിച്ചിട്ട് എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? സ്റ്റീം ഉപയോഗിച്ചിട്ട് എക്യുപ്മെന്റിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് എന്ത്,
ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്യുപ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ ഈ പിപ്പറ്റ്, ബ്യൂററ്റ് ആ സാധനങ്ങളൊക്കെ ഇല്ല, ഓക്കെ എല്ലാതും വരും. ഒബ്ജക്റ്റ് എല്ലാ സാധനങ്ങളും വരും. അപ്പൊ ഇതിലെന്തൊക്കെ എല്ലാ സാധനങ്ങളും അപ്പൊ ഇതിലെന്തൊക്കെ വരും? ബാക്ടീരിയ വരും, വൈറസ് വരും, ഫംഗെ ഒക്കെ വരും. പിന്നെന്താ ആൻഡ് സ്പോർസ് ആർ ഇനാക്ടിവേറ്റഡ്. അങ്ങനെ തന്നെയല്ലേ ഇതില്? അപ്പൊ ഇതിൽ നിന്ന് വൈറസിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബാക്ടീരിയാസ് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം, ഫംഗസിനെ റിമൂവ് ചെയ്യാം, സ്പോർ പറഞ്ഞില്ലേ അതിനൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിയോൺസ് പറഞ്ഞില്ലേ, അതായത് അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീന്, പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓട്ടോക്ലേവ് കൊണ്ട് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 134 ഡിഗ്രി 3 മിനിറ്റ്സ്, അതല്ലെങ്കിൽ 121 ഡിഗ്രി ഫോർ 15 മിനിറ്റ്സ്. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാട്ടോ. ഈ 121 ഡിഗ്രി ഫോർ 15 മിനിറ്റ്സ് ആണ് നമ്മൾ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ. ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ടെമ്പറേച്ചർ നല്ല കൃത്യമായി പഠിക്കണം. ഓട്ടോറോവന്റെ ടെമ്പറേച്ചറും ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചറും പഠിക്കണം കേട്ടോ നന്നായിട്ട്. ഇത്ര സമയത്ത് എത്ര ടെമ്പറേച്ചർ ആണെന്നുള്ളത്. അപ്പൊ എത്രയാണ് അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും വരുന്നത്. ഡൗട്ടില്ലല്ലോ? ഇല്ല. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വെള്ളം നടക്കൂലേ, വെള്ളം നടക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്റ്റീം എന്ത് ചെയ്യും, ഇതിനെ മൊത്തമായിട്ട് എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. അതാണ് അതിലുള്ളത്. വെൻ വാട്ടർ എന്നാണ് ഇതിലുള്ളത്. when boils with vapor pressure equal the surrounding atmosphere, the pressure inside closed vessels, temperature which water boils increases to. അതായത് അത്രേ ഉള്ളൂ. വെള്ളം തിളക്കൂല്ലേ, വെള്ളം തിളക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സ്റ്റീമും ഇൻക്രീസ് ചെയ്യും. ആ ഉണ്ടാവുന്ന സ്റ്റീം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യും. ഇത്രേ ഉള്ളൂ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ തന്നെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ. പ്രഷർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് അടച്ചിട്ടുള്ള ഒരു വെസലാണ് അല്ലേ, അപ്പൊ ഇതിങ്ങനെ തിളക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ടാവും. ഈ സ്റ്റീം കാരണം ഒരു പ്രഷർ ഉണ്ടാവും. ആ സ്റ്റീം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വെസൽസിനെ എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സ്റ്റീം അണ്ടർ പ്രഷറിൽ നമ്മൾ പറയുന്നത്, അപ്പൊ ചിലപ്പോൾ ചോദിക്കും ഈ പ്രഷർ സ്റ്റീം അണ്ടർ പ്രഷറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസിന്റെ പേരെന്താണ്? ഓട്ടോക്ലേവ്. അതിന് പറഞ്ഞ വേറൊരു പേരാണ് സ്റ്റീം സ്റ്റെറിലൈസർ. അത് എന്തിനൊക്കെ കില്ല് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ട്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർസ്. പിന്നെ പ്രിയോൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുകൊണ്ട് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അതിന്റെ ടെമ്പറേച്ചർ എത്രയെന്ന് പറഞ്ഞു? 134 ഡിഗ്രി ടു 3 മിനിറ്റ്സ്, അതല്ലെങ്കിൽ 121 ഡിഗ്രി ഫോർ 15 മിനിറ്റ്സ്. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു അല്ലെ, വെള്ളം തിളക്കുമ്പോ അതിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് പ്രഷറിന് എന്തായിരിക്കും, ഈക്വൽ ആകും. അപ്പൊ അതിനുള്ളിലെ പ്രഷർ കാരണം സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീം എല്ലാത്തിനും എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യുന്ന. അത്ര കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്താ എഴുതിയിട്ടുണ്ടോ? ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ ബിറ്റ്വീൻ 108 147 ആയിട്ട് ഡിസ്റ്റൻസ് ആണെന്ന് വേണ്ട. ഇപ്പൊ തൽക്കാലം എന്തിനൊക്കെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? ഡ്രസ്സിങ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി വയേഴ്സ്, മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ. മീഡിയാസ് അതൊക്കെ ഉണ്ടല്ലോ. മീഡിയ പറഞ്ഞാൽ കൾച്ചർ മീഡിയ, നമ്മൾ വളരണ ആ കൾച്ചർ മീഡിയ, അതുപോലെ ഡ്രസ്സിങ്സ്, പിന്നെ ലബോറട്ടറി വയേഴ്സ്, അതൊക്കെ ഇനി വരുള്ളൂ. അപ്പൊ അതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓട്ടോക്ലേവിൽ നമുക്ക് ലബോറട്ടറി വയറിനെ സ്റ്റെറിലൈസ് ചെയ്യാം, പിന്നെ അതുപോലെ ക്ലോത്തിങ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ പിന്നെ മീഡിയാസ്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, ഡ്രഗ്സുകൾ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഓട്ടോക്ലേവ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് വായിച്ച് പറഞ്ഞതിന്റെ ശേഷം കാണിച്ചു തരട്ടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെവറൽ ടൈപ്സ് അല്ലേ പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് സ്റ്റെറിലൈസർ ഉണ്ട്. അതാണ് ഒന്ന് ലബോറട്ടറി ഓട്ടോക്ലേവ്സ്, നമ്മൾ സാധാ ലാബുകൾ ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ്സ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഡ്രസ്സിംഗ് സ്റ്റെറിലൈസർ, ഹോസ്പിറ്റലിലെ ഡ്രസ്സിങ്ങുകൾ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മളെ മുറിവ് കെട്ടുന്നത്, അങ്ങനത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഡ്രസ്സുകൾ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതുണ്ട്. പിന്നെ ബൗൾ ആൻഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസർ, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് വേറെ ഉണ്ട്. പിന്നെ റാപ്പിഡ് കൂളിംഗ് സ്റ്റെറിലൈസർ. എന്താവും റാപ്പിഡ് കൂളിംഗ് പറഞ്ഞാല്? അതായത് ഇപ്പൊ നമുക്കറിയാം ഇത് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി തള്ളും. ഈ റാപ്പിഡ് കൂളിംഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ തന്നെ അതിനെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് കൂളാക്കുന്ന സ്റ്റെറിലൈസർ ഉണ്ട്. അങ്ങനത്തെ റാപ്പിഡ് കൂളിംഗ് ഉണ്ട്. അടുത്ത് പറയണ്ടില്ല, എവൻ എ ഡൊമസ്റ്റിക് പ്രഷർ കുക്കർ, നമ്മളവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ എന്തായിട്ടാണ്? ഡൊമസ്റ്റിക് പ്രഷർ കുക്കർ പറഞ്ഞാൽ എന്താ, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ അടക്കം എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്, ഒരു സ്റ്റെറിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസർ ഏതൊക്കെയാണ്? ലബോറട്ടറി ഓട്ടോക്ലേവ്സ്, ഹോസ്പിറ്റൽ ഡ്രസ്സിംഗ് സ്റ്റെറിലൈസർ, പിന്നെ ബൗൾ ആൻഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസർ, പിന്നെ റാപ്പിഡ് കൂളിംഗ് സ്റ്റെറിലൈസർ, പിന്നെ ഡൊമസ്റ്റിക് പ്രഷർ കുക്കർ. ഇതൊക്കെ എന്തെന്നെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആണ്. ഓക്കെ. പിന്നെ ഓരോന്നിന്റെ ടെമ്പറേച്ചർ പറയുന്നുണ്ട്. ഇപ്പൊ 121 ഡിഗ്രിയിലാണെങ്കിൽ എത്ര മിനിറ്റ് വെക്കണം? 15 മിനിറ്റ്. പിന്നെ അടുത്തത് 126 ആണെങ്കിൽ
10 മിനിറ്റ്, പിന്നെ ആണെങ്കിൽ 3 മിനിറ്റ്. ഇതിന്റെ ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറയുന്നത്, ഡൗട്ടില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോക്ലേവ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവച്ചാൽ എന്താ ഉണ്ടാവുക? ഉരുകും. അതാ പറയുന്നത് സം പ്ലാസ്റ്റിക് വെയർ മെറ്റൽസ് ഇൻ ദ ഹൈ ഹീറ്റ് മെൽറ്റ് ചെയ്യും അല്ലെ. അതെന്തായി പോകും? ഉരുകി പോകും. പിന്നെ എന്താണ് ഇതിലുള്ളത്? ആൻഡ് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ബിക്കം ഡൾ ആവും. അതായത് നല്ല ഇതുള്ളതാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ നല്ല തിളക്കുള്ള ഇതൊക്കെ ആണെങ്കിൽ ഈ ചൂട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡള്ളായിട്ട് മാറും. ഇപ്പൊ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ ഹൈ ഹീറ്റിൽ എന്തായിട്ട് പോകുന്നത്? ഉരുകി പോകും. പിന്നെ ഷാർപ്പ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതൊക്കെ എന്തായിട്ട് മാറും? ഡള്ളായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ മോറോവർ മെനി കെമിക്കൽസ്. പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കെമിക്കൽസ് ഉണ്ട് അല്ലേ. ചില കെമിക്കൽസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷുഗറൊക്കെ എടുക്കുക. ഈ ഷുഗറൊക്കെ നമ്മൾ കുറേ നേരം ചൂടാക്കുക. ഷുഗർ നമ്മളിപ്പോൾ മീഡിയയിൽ ഷുഗർ ഉണ്ട് വിചാരിക്കുക. അപ്പൊ അത് കുറേ നേരം നമ്മൾ ഈ ചൂടാക്കാൻ വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് മെൽറ്റ് ആയിപ്പോവും, കാരമലൈസ് ആവും. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ ഷുഗർ കളർ മാറുന്നത്? അതേപോലെ സംഭവിക്കും. അതിനുള്ളിൽ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ഇത്രയും ചൂടാവുമ്പോൾ മെൽറ്റ് ആയിട്ട് അതിന്റെ റിയാക്ഷൻ സംഭവിക്കും. അതാ പറഞ്ഞത് മോർ ഓർ മെനി കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ഡ്യൂറിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഇതിലുള്ള കുറെ കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ അതിന്റെ കോമ്പൗണ്ട് തന്നെ എന്ത് ചെയ്തിട്ട് പോകും? മാറിപ്പോകും. ആൻഡ് ഓയിലി സബ്സ്റ്റൻസ് കനോട്ട് ബി എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓയിൽ സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ചില കെമിക്കൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓട്ടോക്ലേവിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിചാരിക്കണോ അപ്പൊ ഒക്കെ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാന്നല്ലേ? ഇല്ല ശ്രീനിത. അപ്പൊ കടത്തിൽ വരുന്നുണ്ട് ഫിൽട്രേഷനിലൂടെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ ഇതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് പറഞ്ഞാല് ഹൈ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലത്തതൊക്കെ മെറ്റൽസ് ഒക്കെ മെൽറ്റ് ആയി ഉരുകി പോകും. പിന്നെ ഷാർപ്പ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതൊക്കെ ഡള്ളായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ചില കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഒരു കോമ്പൗണ്ട് വേറെ കെമിക്കലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഓയിൽ സബ്സ്റ്റൻസിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഓട്ടോക്ലേവ് വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത്ര കാര്യമാണ്. ഓയിലില്ല നമുക്ക് ഇതിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമുക്ക് ഫിൽട്രേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യും. ഫിൽട്രേഷൻ റേഡിയേഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യമാണ് ഓട്ടോക്ലേവിലുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിക്കൊന്നു. അപ്പം എന്നാൽ ഒരു മിനിറ്റ് നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം. നമുക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഫിൽട്രേഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞതൊക്കെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് ഓർത്ത് നോക്കി എന്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, പിന്നെ ആന്റിസെപ്സിസ്. ബുക്കൊന്നും നോക്കാതെ ഒന്ന് ആലോചിച്ച് നിർത്തില്ല പറയാം. ആന്റിസെപ്സിസ്, പിന്നെ ക്ലീനിങ്, ബാക്ടീരിയോസ്റ്റാറ്റിക്, ഡീകണ്ടാമിനേഷൻ, പിന്നെ ടൈപ്പ് ഓഫ് ഏഷൻ. 2 മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡ് കുറെ പറഞ്ഞ്, കെമിക്കലില് കുറെ പറഞ്ഞ്. ഫിസിക്കലിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സൺലൈറ്റ്, രണ്ടാമത് ഡ്രൈയിങ്, മൂന്നാമത് ഹീറ്റ്. ഹീറ്റിൽ തന്നെ 2 ഏതൊക്കെ? ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റ്. ഡ്രൈ ഹീറ്റിൽ ഏതൊക്കെ പഠിച്ച നമ്മള്? ഡ്രൈ ഹീറ്റില് ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, പിന്നെ ഹോട്ട് എയർ ഓവൻ. പിന്നെ മോയിസ്റ്റ് ഹീറ്റിൽ നമ്മൾ 3 പഠിച്ച് ബിലോ 100 ഡിഗ്രി, എബവ് അറ്റ് 100 ഡിഗ്രി, എബവ് 100 ഡിഗ്രി. പിന്നെ അതിൽ എന്താ ടിൻഡലൈസേഷൻ പഠിച്ചല്ലേ? എന്താ ടിൻഡലൈസേഷൻ? 100 ഡിഗ്രിയിൽ 20 മിനിറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോക്ലേവ് പറഞ്ഞല്ലേ, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫിൽട്രേഷൻ. അപ്പോൾ എന്താ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഹീറ്റിൽ എബൈൽ ലിക്വിഡ്സ്. ഹീറ്റിൽ എബൈൽ ലിക്വിഡ് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹീറ്റിൽ എബൈൽ ലിക്വിഡ് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഹീറ്റ് കൊണ്ട് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആവില്ല. അത് ഹീറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഷുഗർ സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ അത് നശിച്ചു പോകും. അതിന്റെ റിയാക്ഷൻ നടന്നിട്ട് അത് കാരമലൈസ് ചെയ്യും പറഞ്ഞില്ലേ, കളറൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് ഹീറ്റ് താങ്ങാൻ പറ്റാത്ത ലിക്വിഡ്സ് ഉണ്ടല്ലോ. ഈ ചില ലിക്വിഡ്സ് ഹീറ്റ് കൊണ്ട് കഴിഞ്ഞാൽ കെമിക്കൽ ചേഞ്ചസ് വരും. അങ്ങനെയുള്ള ലിക്വിഡ്സിനെ നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ്സിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് കണ്ടിട്ടുണ്ടെങ്കിൽ
മറ്റേ ഏത് സാധനം ഫിൽട്രേഷൻ മറ്റുള്ള ഹീറ്റ് ലെബൽ ലിക്വിഡ് ആണ്. ഹീറ്റ് ലെബൽ പറഞ്ഞാൽ ഹീറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഹീറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്ന ലിക്വിഡ്സിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മക്കളെ ഏത് ഫിൽട്രേഷൻ. ഉറങ്ങായിരുന്നിട്ട് പിന്നെ അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ സെറം ഷുഗർ സൊല്യൂഷൻ, ആന്റിബയോട്ടിക്കിന്റെ സൊല്യൂഷൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ സൊല്യൂഷൻ ഓഫ് ഷുഗർ, ആന്റിബയോട്ടിക്സ്, ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യാ? ഫിൽട്രേഷൻ ഫിൽട്രേഷൻ. അപ്പൊ ഇനി ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഡൗട്ട് ഇല്ലല്ലോ. അതായത് ഹീറ്റ് കൊണ്ടാൽ സെൻസിറ്റീവ് ആകുന്ന ലിക്വിഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാ? ഫിൽട്രേഷൻ ചെയ്യും. ഹീറ്റ് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഷുഗർ ഒക്കെ പറയില്ലേ, അതിനൊക്കെ കളർ ചേഞ്ച് ചെയ്യേണ്ട റിയാക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യാം? അതിന് ഏറ്റവും നല്ലത് എന്താ മെത്തേഡ്? അതിനെ ഫിൽട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഫിൽട്രേഷൻ ചെയ്യാം. ഹീറ്റ് ചെയ്യാതെ ഫിൽട്രേഷൻ ചെയ്യാണ് ചെയ്യാം. അപ്പൊ നോക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ ആണുള്ളത്. കാൻഡിൽ ഫിൽറ്റർ ഉണ്ട്, ആസ്പെറ്റോസ് ഫിൽറ്റർ ഉണ്ട്, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ഉണ്ട്, മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ്? കാൻഡിൽ ഫിൽറ്റർ, ആസ്പെറ്റോസ് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ആൻഡ് മെംബ്രെയിൻ ഫിൽറ്റർ. അപ്പൊ കാൻഡിൽ അതിന്റെ മെറ്റീരിയൽ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിരിക്കുക ഫിൽറ്റർ. അപ്പൊ നോക്ക്, കാൻഡിൽ ഫിൽറ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാൻഡിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അല്ലേ. അതായത് വാട്ടർ ഫിൽറ്റർ ചെയ്യാം. എന്തിന്റെ? ഇൻഡസ്ട്രിയൽ ആൻഡ് നമുക്ക് കുടിക്കാൻ ആവശ്യത്തിന്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വ്യവസായ അതന്നെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അങ്ങനെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ നമ്മൾ പറഞ്ഞ പേരാണ് കാൻഡിൽ ഫിൽറ്റർ. യൂസ്ഡ് ഫോർ എന്തിനാണ്? വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലേ. ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് നമ്മൾ ഏത് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്? കാൻഡിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ? These are manufactured under different grades of society. Porosity. These are manufactured under different grades of porosity. 2 types of candy filter, angulated, ceramic filter, amorphous filter, diatomaceous filter. അപ്പൊ നോക്ക്, അതായത് പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഉള്ളിലുള്ള പോർസ് അല്ലേ. അതായത് ഫിൽറ്റർ ആകുമ്പോ ഇപ്പൊ നോക്ക്, ഇതിപ്പോ ഒരു ഫിൽറ്റർ പേപ്പറാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെറിയ പോർസ് ഉള്ളത് ഉണ്ടായിരിക്കും, വലിയ പോർസ് ഉണ്ടായിരിക്കും. അതാ പറയുന്നത് ഡിഫറെന്റ് ഗ്രേഡ്സിലുള്ളത് ഉണ്ടെന്ന്. പോർസ് പറഞ്ഞാല് തുളകൾ, ഓട്ടകൾ, സുഷിരങ്ങൾ, അതിനാണ് പോർസ് പറയാ. അപ്പൊ ഈ പൊറോസിറ്റിനെ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഉണ്ട്. അതാണ് 2 ഏതൊക്കെ ഉള്ളത്? വായിക്ക്. അതാ ഇന്ത്യയിൽ നോട്ടില്ല, അതുകൊണ്ടാ. 2 ടൈപ്സ് ഏതൊക്കെയാണ്? 2 ഏതൊക്കെയാണുള്ളത്? എന്താണ്? ഒന്നുകൂടി വായിച്ചേ. അൺഗ്ലേസ്ഡ് എന്നല്ലേ? അൺഗ്ലേസ്ഡും പിന്നെ ഡയറ്റോമീഷ്യസ് സെറാമിക് ഫിൽറ്ററും. ഓക്കെ, അപ്പൊ 2 ഫിൽറ്ററാണ് പൊറോസിറ്റിയുടെ ബേസ്. അതായത് എന്റെ പോർസിന്റെ ബേസിൽ അൺഗ്ലേസ്ഡും ഡയറ്റോമീഷ്യസ് എർത്ത് ഫിൽറ്ററും. ഡയറ്റോമീഷ്യസ് അൺഗ്ലേസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചാൽ അപ്പൊ മനസ്സിലാവും നമുക്ക്. ഡയറ്റോമീഷ്യസും അതടക്കട്ടെ അപ്പൊ തൽക്കാലം. അപ്പൊ പേര് പഠിക്കും മിസ്. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചാൽ. അപ്പൊ കാൻഡിൽ ഫിൽറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞ്? പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അല്ലെ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസിന്. അതിന്റെ പൊറോസിറ്റിന്റെ ബേസ് ചെയ്തിട്ട് 2 ഏതൊക്കെയാണ്? അൺഗ്ലേസ്ഡും സെറാമിക് ഫിൽറ്ററും അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തേതാണ് ആസ്പെറ്റോസ് ഫിൽറ്റർ. ഏതാണ്? ആസ്പെറ്റോസ് ഫിൽറ്റർ. അത് ഡിസ്പോസിബിൾ ആണ്. ഡിസ്പോസിബിൾ പറഞ്ഞാൽ എന്താണ്? ഒരു പ്രാവശ്യം. സിംഗിൾ യൂസ് ആണ്. സിംഗിൾ യൂസ്ഡ് ഡിസ്ക് ആണ്. ടെൻഡ് ടു ആൽക്കലൈസ് ഫിൽറ്റേർഡ് ലിക്വിഡ്. അതായത് ആൽക്കലി പറഞ്ഞില്ല, ആൽക്കലി ആസിഡൊക്കെ പഠിച്ചില്ല, അതേപോലെയുള്ള ആൽക്കലൈനൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ്സിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഏത്? ആസ്പെറ്റോസ്. ആസിഡ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ആ ഫിൽറ്റർ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഉരുകി പോകും അല്ലേ. അപ്പൊ അതാണ് പറയുന്നത് ആൽക്കലൈനൈസ്ഡ് ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ് ഏതായിട്ടുണ്ടെങ്കിൽ ആസ്പെറ്റോസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യൂസേജ് ഈസ് ഡിസ്കറേജ്. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? ഡിസ്കറേജ് ചെയ്യാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് കാർസിനോജനിക്. എന്താ കാർസിനോജനിക് പറഞ്ഞാല്? കാർസിനോജനിക് പ്രോപ്പർട്ടി പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കും. അതായത് ക്യാൻസർ കോസിങ് ആണിത്.
അതിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ അത് ക്യാൻസർ കോസിങ് ആയത് കാരണം നമ്മൾ ഇത് എന്ത് ചെയ്യാറില്ല, അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മളിപ്പോ അത് അധികം അതിന്റെ യൂസേജ് നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ഈ ആസ്പെറ്റോസ് ഫിൽറ്ററിന്റെ ആസ്പെറ്റോസ് ഫിൽറ്റർ ഇല്ല, അത് ഇപ്പൊ യൂസ് ചെയ്യാറില്ല. കാരണം അതിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റർ കാർസിനോജനിക് ആണ്, ക്യാൻസർ കോസിങ് ആണ്, സ്കിൻ ക്യാൻസർ. ഇപ്പൊ നമ്മളെ മൊബൈലിലൊക്കെ ഫിൽറ്റർ അല്ല, നമ്മളിപ്പോ മൊബൈലിന്റെ കാർഡ് നമ്മൾ കൈകൊണ്ട് ചുരണ്ടണം മുന്നേ ഉണ്ടായിരുന്നില്ലേ? അത് നമ്മൾ കൈയോട് ചുരണ്ടലില്ലല്ലോ, കാരണം അതെന്താ അത് ക്യാൻസർ കോസിങ് ആവില്ല. അതേപോലെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഫിൽറ്റർ എന്തിനാണ്, കാർസിനോജനിക് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അപ്പൊ അധികം ഉപയോഗിക്കാറില്ല ഈ ഫിൽറ്റർ. ആരും അറിഞ്ഞിട്ട് കുഴി ചെന്ന് ചാടില്ലല്ലോ, ഇല്ല. അപ്പൊ ആ ആസ്പെറ്റോസ് ഫിൽറ്ററിന്റെ എക്സാമ്പിൾ ആണ് സെയ്ഡ്സ് ഫിൽറ്റർ ആൻഡ് സ്റ്റെറിമാറ്റ് ഫിൽറ്റർ. ഏതാണ് ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഇതിന്റെ പേരുകൾ ജസ്റ്റ് ആസ്പെറ്റോസ് ഫിൽറ്റർ മാത്രം പഠിച്ചാൽ മതി, എക്സാമ്പിൾ ഇത് പഠിക്കണം നിർബന്ധമില്ല. അപ്പൊ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, എന്തിനായിരുന്നു ഫിൽട്രേഷൻ ചെയ്യുന്നത്, എങ്ങനെയുള്ള ലിക്വിഡ്സിനെ ഹീറ്റിൽ ഒരു വാക്കുണ്ട്, ഹീറ്റ് ലെബൈലായിട്ട് ഹീറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ലിക്വിഡ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ സെറം, അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ, ആന്റിബയോട്ടിക് സൊല്യൂഷൻ, ഇതൊക്കെ ഫിൽട്ടർ ചെയ്യാനാണ്. 4 തരത്തിലാണ് ഫിൽറ്റേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്, കാൻഡൽ ഫിൽറ്റർ, ആസ്പെറ്റോസ് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ. ഡൗട്ട് ഇല്ലല്ലോ. കാൻഡൽ ഫിൽറ്റർ നമ്മൾ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ പൊറോസിറ്റിക്ക് അനുസരിച്ചിട്ട് 2 ഏതൊക്കെ ഉണ്ട്, അൺഗ്ലേസ്ഡ് ഉണ്ട്, ഡയറ്റോമേഷ്യസ് ഫിൽറ്ററും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് ആസ്പെറ്റോസ് ഫിൽറ്റർ പറഞ്ഞത് ഡിസ്പോസിബിൾ ആണ്, സിംഗിൾ യൂസിന് വേണ്ടി സിംഗിൾ യൂസ് ആയിരുന്നു. അത് എന്തിനു യൂസ് ചെയ്തിരുന്നത്, എന്തിനു ഫിൽറ്റർ ചെയ്യാനാണ്, ആൽക്കലൈസ് ലിക്വിഡ്സ് അല്ലെ, ആൽക്കലൈസ് ആയിട്ടുള്ള ലിക്വിഡ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്യാനായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം എന്താണ്, അത് ക്യാൻസർ കോസിങ് ആണ്. പിന്നെ അടുത്തതാണ് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ അബ്സോർബേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് എന്തായാലും കുറവാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, ഗ്ലാസ് ആയ കാരണം പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ചെലവും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അതും നമ്മൾ അധികം എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. പിന്നെ ലാസ്റ്റ് ഉള്ള ആളാണ് നമ്മുടെ ആര്, മെംബ്രെയിൻ ഫിൽറ്റർ. അതിലെന്താ ചെയ്തിട്ടുള്ളത്, മെയ്ഡ് ഓഫ് സെല്ലുലാർ made up of cellulose acetate or other polymers usually used for purification analysis. ഇപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നില്ല, ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ, ആ ഒരു മെംബ്രെയിന് ഒരു ഡിസ്ക് കാണിച്ചിരുന്നില്ല. ഇപ്പൊ അവര് ആ ഫോർസെപ്സ് കൊണ്ട് എടുക്കുന്ന ഫിൽറ്റർ, അതാണ് എന്ത് പറയണത്, മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതാണ് എന്ത്, മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൗണ്ട് പേപ്പർ കണ്ടില്ലേ, അതെന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാ പറയണത്, സെല്ലുലോസ് എസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ ആയിരിക്കും. ആ മെംബ്രെയിൻ ഫിൽറ്റർ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സെല്ലുലോസ് എസ്റ്റേഴ്സ്, അസറ്റേറ്റ് അല്ല എസ്റ്റർ. പിന്നെ യൂഷ്വലി യൂസ്ഡ് ഫോർ എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷൻ, അതുപോലെ അനലൈസിസ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു, അവിടെ വെള്ളത്തിന്റെ അനലൈസിസ് അല്ലേ നമ്മൾ കണ്ടത്. കാരണം അവരത് കൾച്ചർ മീഡിയക്ക് ഇടുന്ന കണ്ടില്ലേ, ഏതൊക്കെ ബാക്ടീരിയ ഗ്രോ ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ ഫോർ എന്താണ് പാരന്ററൽ യൂസ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന്, അതുപോലെ തന്നെ വെള്ളത്തിന്റെ അനലൈസിസിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ, വെള്ളത്തിന്റെ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, സെല്ലുലോസ് എസ്റ്റേഴ്സ് കൊണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വാട്ടർ പ്യൂരിഫിക്കേഷന്, അനലൈസിസിന്, സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഡൗട്ട് ഇല്ലല്ലോ, ഇത്ര കാര്യം സിമ്പിൾ അല്ലേ, ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. എന്നൊന്ന് പറഞ്ഞേ, എന്നാ കൃഷ്ണജ് ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇതിലത്തെ ലാസ്റ്റ് ആണ് ഏത് പറയുന്നത്, റേഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അയണൈസിങ് റേഡിയേഷനും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻ. അപ്പൊ സ്റ്റെറിലൈസേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്, അയണൈസിങ് റേഡിയേഷനും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും ഉണ്ട്. അപ്പൊ എന്താണ് നോൺ അയണൈസിങ് റേഡിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേസ് ആണ് ഇൻഫ്രാറെഡ് റേസ്. ഏത് റേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇൻഫ്രാറെഡ് റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, മാസ് സ്റ്റെറിലൈസേഷൻ, അതായത് സിറിഞ്ചുകള്, അതുപോലെ കത്തേറ്റേഴ്സ്,
അതെന്തായിരുന്നു നമ്മള് കരിയിച്ച് കളയുന്ന സാധനല്ലായിരുന്നു. ഇത് റേഡിയേഷൻ കൊടുക്കുക. കത്തീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഇതില് പെടും, പെടായികൊന്നുമില്ല. അതിൽ നമ്മള് ഇൻഫ്രാറെഡ് റേഡിയേഷൻ യൂസ് ചെയ്യണം. അപ്പൊ നോക്ക്, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ഇപ്പൊ നമ്മളെ യൂറിൻ ട്യൂബൊക്കെ ഇടില്ലേ, അത് പിന്നെ നമ്മള് മരുന്നൊക്കെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാൻ വേണ്ടിട്ട് ട്യൂബ് ഇടില്ലേ, അതൊക്കെ വരും. അതായത് നമ്മളെ ബോഡിക്ക് ഡ്രഗ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ട്യൂബിന് നമ്മൾ എന്ത് പറയും, കത്തീറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളത് സിറിഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ലാബുകൾക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അടച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ റേഡിയേഷൻ പാസ് ചെയ്തിട്ട് അവിടെ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യും. മനസ്സിലായ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് അപ്പൊ ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ UV റേസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞ്, എന്തിനൊക്കെ, സിറിഞ്ച്, കത്തേറ്റേഴ്സ്, അതിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. പിന്നെ UV റേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലാബിന്റെ തിയേറ്ററിന്റെ ഒക്കെ എൻട്രി വേസിലൊക്കെ നമ്മൾ എന്തുണ്ട് യൂസ്ഡ് ഫോർ ഡിസ്ഇൻഫെക്റ്റിംഗ് എൻക്ലോസ്ഡ് ഏരിയ സച്ച് ആസ് എൻട്രി വേ. പിന്നെ എന്തൊക്കെയാണ് പകുതിയുള്ളൂ, എൻട്രി വേ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ലാബുകൾ, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ UV റേസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അയനൈസിങ് റേഡിയേഷനിൽ വരുന്നത് ഏതാണ്, ഗാമ റേസ്, എക്സ്റേ, ഗാമ റേസ് ഒക്കെയാണ് അയനൈസിങ് റേഡിയേഷനിൽ വരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ പ്ലാസ്റ്റിക്, സിറിഞ്ച്, പിന്നെ സ്വാബ് ഒക്കെ എന്താണെന്ന് കാണിച്ചു തരട്ടെ. പിന്നെ കത്തീറ്റേഴ്സ്, പിന്നെ കാർബോർഡ്, ഓയിൽ, ഗ്രീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ പറയപ്പെട്ട സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ അയനൈസിങ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ റേഡിയേഷനിൽ വരുന്നത് അയനൈസിങ് റേഡിയേഷനും നോൺ അയനൈസിങ് റേഡിയേഷനും. നോൺ അയനൈസിങ് റേഡിയേഷനിൽ വരുന്ന രണ്ടെണ്ണം ആരൊക്കെയാണ്, നോൺ അയനൈസിംഗിൽ വരുന്നത് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും. അയനൈസിംഗിൽ വരുന്നതാണ് എക്സ്റേ, ഗാമ റേസും, എക്സ്റേസും. അപ്പൊ ഇതൊക്കെ എന്തിനൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്, സിറിഞ്ച്, കത്തീറ്റേഴ്സ്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എത്രയാണ് റേഡിയേഷൻ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഇപ്പൊ നമ്മള് ഫിസിക്കൽ മെത്തേഡുകളൊക്കെ കഴിഞ്ഞില്ലേ. ഫിസിക്കൽ മെത്തേഡിൽ നമ്മൾ ഏതൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞില്ലേ. ലാസ്റ്റ് നമ്മൾ ഫിൽട്രേഷൻ കഴിഞ്ഞ് റേഡിയേഷനും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ മെത്തേഡാണ്, സ്റ്റെറിലൈസേഷന്റെ കെമിക്കൽ മെത്തേഡ്. അപ്പൊ കെമിക്കൽ മെത്തേഡിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നുണ്ടാവുക, കെമിക്കൽസ് അല്ലേ, ഡൗട്ടില്ലല്ലോ. അപ്പൊ എന്താകും ഈ കെമിക്കൽസ്, എങ്ങനെയാകും അപ്പൊ ഈ കെമിക്കൽസ് നമ്മൾ ബാക്ടീരിയനെ മുകളിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിട്ടോ. ഒന്ന്, ബാക്ടീരിയയുടെ ഉള്ളിലെ പ്രോട്ടീന് കൊയാഗുലേഷൻ ചെയ്യും. അപ്പോൾ കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കണത് എന്നാണ്, എന്തൊക്കെയാ നമ്മൾ പറയുന്നത്, എന്താണ് കെമിക്കൽസ് നമ്മൾ എന്താണ് അപ്പൊ എവിടെയായിരുന്നു മോള് അപ്പൊ നോക്കിട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് പ്രോട്ടീന്റെ കൊയാഗുലേഷൻ, അതായത് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ബാക്ടീരിയയിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് അതിന്റെ പ്രോട്ടീനൊക്കെ നശിച്ചു പോകും, അതായത് പ്രോട്ടീൻ കൊയാഗുലേഷൻ സംഭവിക്കും. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽ മെമ്പറി നശിച്ചു പോകും. സെൽ മെമ്പറി നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തു വരുമല്ലോ, അങ്ങനെ നശിച്ചു പോകും. പിന്നെ മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫഹൈഡ്രൽ ഗ്രൂപ്പ് ഉണ്ട്, അതായത് എൻസൈമിന്റെ ഫങ്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ എന്ത് ആവശ്യം, നമുക്ക് ഈ സൾഫഹൈഡ്രൽ ഗ്രൂപ്പ് വേണം. പക്ഷേ ഈ കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്ത് പോകും, നശിച്ചു പോകും. അപ്പൊ ബാക്കിയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും നടക്കില്ല, അങ്ങനെ ബാക്ടീരിയ നശിക്കും. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം എന്തൊക്കെയാണ്, പ്രോട്ടീൻ കൊയാഗുലേഷൻ, പിന്നെ സെൽ മെമ്പറൈൻ നശിച്ചു പോകുക. മൂന്നാമത്തത് ഏത് ഗ്രൂപ്പ്, അല്ല സൾഫഹൈഡ്രൽ ഗ്രൂപ്പിന്റെ റിമൂവൽ, അതായത് സൾഫഹൈഡ്രൽ ഗ്രൂപ്പാണ് നമുക്ക് ഈ ഫംഗ്ഷൻ നടത്തണമെങ്കിൽ ഏത് ഗ്രൂപ്പ് വേണം, ഈ സൾഫഹൈഡ്രൽ ഗ്രൂപ്പ് വേണം എൻസൈം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മൾ ഈ എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻസൈംസ് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ഈ ഗ്രൂപ്പിനെ അതിൽ റിമൂവ് ചെയ്യും. അപ്പൊ ഈ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല, അവിടെ എൻസൈമിന്റെ ഫങ്ഷൻസ് നടക്കില്ല. എൻസൈമിന്റെ ഫങ്ഷൻ നടന്നില്ലെങ്കിൽ ബോഡിയിലത്തെ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ആസ് എ റിസൾട്ട് ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് എന്നാണ് കേട്ടോ, അവിടെ സബ്സ്ട്രേറ്റ് എന്ന് എഴുതിയുള്ളത് സബ്സ്ട്രേറ്റ് ആണ് മാറ്റണം കേട്ടോ. ഒരു 6 ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇനി സബ്സ്ട്രേറ്റ് കോമ്പറ്റീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിട്ടോ, അതായത് ഇപ്പൊ എൻസൈം എടുക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ശ്രീനിധി മുബഷിറും ഒരു ഫ്രണ്ട്സാണ്. ശ്രീനിധി എപ്പോഴും
ആരായിട്ട് ഇത് കൃഷ്ണ ആ കൃഷ്ണജി മുബഷിർ എപ്പോഴും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവര് എൻസൈമും ഒരു തമ്മിലൊരു ഇന്ററാക്ഷൻ. ഒരു എൻസൈം ഒരു സബ്സ്ട്രേറ്റ് ആണ്. എപ്പോഴും മുബഷിറെ പറ്റി കൃഷ്ണജയുടെ അടുത്ത് പോണ ഒരു കൃഷ്ണജ ഒരു എൻസൈം ആണ്, ഒരു സബ്സ്ട്രേറ്റ് ആണ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഈ കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ സംഭവിക്കും. കൺഫർമേഷൻ സംഭവിച്ചിട്ട് മുബഷിറക്ക് പകരം ആര് പോകും അവിടെ? ശ്രീനിധി മുബഷിർ തമ്മിൽ തല്ലൂടും. ആരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്? കൃഷ്ണജയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻസൈം. അപ്പൊ അങ്ങനെ ഈ തെറ്റായിട്ടുള്ള എൻസൈം കൃഷ്ണജയുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ കൃഷ്ണജയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? അത് കൃഷ്ണജ പിന്നെ ഒരു ഫങ്ഷനിങ് നടത്തില്ല. കൃഷ്ണജ നടത്തുന്ന ഫങ്ഷൻസ് ഒന്നും നടത്താൻ മുണ്ടാതെ ഒരു ഭാഗത്തിരിക്കും, ചത്ത പോലെ ഇരിക്കും. അപ്പൊ കൃഷ്ണജയുടെ ഫങ്ഷൻ നടത്തുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഫങ്ഷനും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അതായത് സബ്സ്ട്രേറ്റുകൾ തമ്മിൽ കോമ്പറ്റേറ്റ് ചെയ്യും എൻസൈമിന്റെ അടുത്ത് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ സബ്സ്ട്രേറ്റ് കോമ്പറ്റ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള സബ്സ്ട്രേറ്റ് പോയിട്ട് എൻസൈമിന്റെ മുകളിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ ഒന്നും കാര്യമായിട്ട് നടക്കില്ല. അതാണ് സബ്സ്ട്രേറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സബ്സ്ട്രേറ്റുകൾ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുക. ഡൗട്ടില്ലല്ലോ. ഇത് കൃത്യമായിട്ട് ഓർത്താൻ മനസ്സിലാവും. അപ്പൊ എന്തൊക്കെ കെമിക്കൽ ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് സംഭവിക്കുന്നത്? പ്രോട്ടീൻ കൊയാഗുലേഷൻ സംഭവിക്കും. പിന്നെ സെൽ മെംബ്രെയിൻ നശിച്ചു പോകും. സെൽ മെംബ്രെയിൻ നശിക്കുമ്പോൾ ഉള്ളിലുള്ള കണ്ടന്റ്സ് ഒക്കെ പുറത്തേക്ക് റിലീസ് ആകും. പിന്നെ അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പാണ്? സൾഫ ഹൈഡ്രൽ. ഏതാണ്? സൾഫ ഹൈഡ്രൽ ഗ്രൂപ്പ് റിമൂവ് ആകുമ്പോ പിന്നെ അതിന്റെ ഫങ്ഷൻ ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റുകൾ തമ്മിൽ കോമ്പറ്റീഷൻ സംഭവിക്കും. ഡൗട്ടില്ലല്ലോ. നമുക്ക് ആദ്യത്തെ കെമിക്കൽ ഏജന്റിലേക്ക് കടക്കാം. അതാണ് ആൽക്കഹോൾ. ആരാണ്? ആൽക്കഹോൾ. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവൂലേ? അപ്പൊ ഈ ലാബിൽ തന്നെ വരുമ്പോ കണ്ടില്ലേ അവിടെ ഒന്ന് കോട്ടൺ വെച്ചിട്ട് വൈറ്റ് ചെയ്യുന്ന, അതാണ് ആൽക്കഹോൾ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ? ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഇതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? എത്ര ശതമാനമാണ് നമ്മൾ യൂസ് ചെയ്യുക? 60 to 90% ശതമാനം പെർസെന്റേജ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോപ്രൊപ്പൈൽ ആണ് അല്ലെ. ഐസോപ്രൊപ്പൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ദ ഡിസിൻഫെക്ഷൻ ഓഫ് ക്ലിനിക്കൽ തെർമോമീറ്റർ. നമുക്കറിയാം തെർമോമീറ്റർ ഒക്കെ കണ്ടില്ല നമ്മള്. ആ തെർമോമീറ്ററിന്റെ ഒക്കെ എന്തിനു വേണ്ടിയിട്ട്? ക്ലീനിങ്ങിനും അത് ഡിസിൻഫെക്ഷൻ നടത്താനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഐസോപ്രൊപ്പൈൽ. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരാളെ വായിലൊക്കെ വെച്ചതിന് ശേഷം തെർമോമീറ്റർ ഒക്കെ ഒന്ന് കൊണ്ടുപോയി സാധനത്തില് അതന്നെ ഇതില് തുടച്ചിട്ട് ഒന്നും കൂടി വെക്കൂല. അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് വെക്കുന്നതാണ് ഡിസിൻഫെക്ഷൻ. ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഡിസിൻഫെക്ഷന്റെ. അതായത് ഈ ആൽക്കഹോളും വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷനിൽ കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പൊ ഐസോപ്രൊപ്പൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട്. എന്തായിരുന്നു ഡിസിൻഫെക്ഷൻ? ഓർമ്മ വരണം. എന്തായിരുന്നു ഡിസിൻഫെക്ഷൻ? ഡിസിൻഫെക്ഷൻ പറഞ്ഞാല് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം നശിക്കും, സ്പോർ അവിടെ തന്നെ നിലനിൽക്കും. വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ മീഥൈൽ ആൽക്കഹോൾ എന്തിനാ അഗെയിൻസ്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫംഗൽ സ്പോർട്സ്, അതുപോലെ തന്നെ ട്രീറ്റിംഗ് ക്യാബിനറ്റ്സ്, ഇൻക്യുബേറ്റേഴ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ക്യാബിനറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്ലീൻ ചെയ്യാൻ. അതുപോലെ ഫംഗൽ സ്പോർട്സിനെ നശിപ്പിക്കാൻ, ഇൻക്യുബേറ്റേഴ്സ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മീഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യും. പിന്നെ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതെന്താണ്? ടോക്സിക്കും ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇൻഫ്ലേമബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അല്ല, ഇൻഫ്ലേമബിൾ. നമ്മൾ ഈ പെട്രോളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിലുണ്ടാവും ഹൈലി ഇൻഫ്ലേമബിൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ വീര്യം കൂടിയത്, അതായത് കത്തുന്നതാണ്. അതായത് എയറുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യാനുള്ളത്? കത്തുന്നതാണ് എന്നുള്ളത്. അതന്നെ, അതാണ് ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ആൽക്കഹോളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് രണ്ട് ആൽക്കഹോള്? ഈഥൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. എത്രയാണ് അവരുടെ കോൺസെൻട്രേഷൻ? 60 to 90%. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസിൻഫെക്ഷൻ ഓഫ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. മീഥൈൽ ആൽക്കഹോൾ എന്തിനൊക്കെ അഗെയിൻസ്റ്റ് ആണ്? ഫംഗൽ സ്പോർട്സിനെതിരെ, അതുപോലെ തന്നെ ക്യാബിനറ്റ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ്. പിന്നെ മീഥൈൽ ആൽക്കഹോൾ പറഞ്ഞാൽ എന്താണ്? ടോക്സിക് ആണ്, അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ ആണ്. ഡൗട്ടില്ലല്ലോ? ഇല്ല. അടുത്തതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് നമ്മൾ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫോർമാൽഡിഹൈഡും ഗ്ലൂട്രാൽഡിഹൈഡും അല്ലെ. ഫോർമാൽഡിഹൈഡും ഗ്ലൂട്രാൽഡിഹൈഡും. ഗ്ലൂട്രാൽഡിഹൈഡ്, ഗ്ലൂ ഓർത്താൽ മതി. ഗ്ലൂട്രാൽഡിഹൈഡ്. അപ്പൊ ഫോർമാൽഡിഹൈഡ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ കഴിവുണ്ട് എന്നാ പറയുന്നത്? ബാക്ടീരിയസിഡൽ എന്താകും? പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ബാക്ടീരിയനെ കില്ല് ചെയ്യണത് ബാക്ടീരിയസിഡൽ. എന്താണ്? ആൽഡിഹൈഡ് ചെയ്തിട്ട് ഫോർമാൽഡിഹൈഡ്.
അപ്പൊ അതില് ബാക്ടീരിയസിഡൽ പറഞ്ഞാല് ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവുണ്ട്. സ്പോറിസിഡൽ പറഞ്ഞാല് സ്പോർസിനെ കൊല്ലാനുള്ള കഴിവുണ്ട്. ആൻഡ് ഹാസ് ലീതൽ എഫക്ട്, ടോക്സിക് എഫക്റ്റും കൂടി ഉണ്ട്. ടോക്സിക്കും കൂടിയാണ് ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഫോർമാൽഡിഹൈഡ് എന്തൊക്കെയാണ്? ബാക്ടീരിയസിഡൽ ആൻഡ് സ്പോറിസിഡൽ. ബാക്ടീരിയസിഡൽ പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയനെ കൊല്ലും. സ്പോറിസിഡൽ പറഞ്ഞാല് സ്പോർസിനെ കൊല്ലും. പിന്നെ അതുപോലെ തന്നെ അതെന്തായിട്ട് അനാറ്റമിക്കൽ സ്പെസിമെൻസിനൊക്കെ പ്രിസർവ് ചെയ്യാൻ നമ്മൾ ഓരോ ഇതുണ്ടല്ലോ, നമ്മുടെ ടിഷ്യൂസ്, സെൽസ്, അതൊക്കെ പ്രിസർവ് ചെയ്യാനൊക്കെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫോർമാൽ. നമ്മളീ +2 പഠിക്കുമ്പോ കണ്ടില്ലേ നമ്മള് ഓരോന്നിനെ സൂക്ഷിച്ച് വെക്കണത്? ഓരോന്നിനെ സൂക്ഷിച്ച് വെക്കണുണ്ടല്ലോ കുപ്പിയിലൊക്കെ ആക്കിയിട്ട്. അതൊക്കെ എന്ത് യൂസ് ചെയ്താണ്? ഈ ഫോർമാൽഡിഹൈഡിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കണതാണ്. അതാണ് അനാറ്റമിക്കൽ സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാം. ചിപ്പിയുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാവില്ലേ ജീവൻ? അതൊക്കെ നമ്മളിപ്പോ ഈ ഇവിടെ എക്സിബിഷൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊറേ കാണുമല്ലോ ഒക്കെ അങ്ങനെ. അപ്പൊ അതിന്റെ അനാറ്റമിക്കൽ സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാന്, അതുപോലെ തന്നെ എന്തിനെ ഡിസ്ട്രോയ് ചെയ്യാന്? ഡിസ്ട്രോയിങ് ആന്ത്രാക്സ്, സ്പോർസ് ഓൺ ഹെയർ ആൻഡ് വൂൾ. നമ്മള് പറഞ്ഞില്ലേ ആന്ത്രാക്സ് കന്നുകാലികളിലൊക്കെ ഉണ്ടാവും പറഞ്ഞില്ലേ? അതുപോലെയുള്ള ആന്ത്രാക്സിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യും. ആരായിരുന്നു ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ച ആള്? റോബർട്ട് കോച്ച്. വെരി ഗുഡ്. അപ്പൊ അത്രേ ഫോർമാൽഡിഹൈഡിലുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ 2 ഉണ്ട്. ഈഥൈൽ ആൽക്കഹോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും. ഈഥൈൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ ഡിസിൻഫെക്ഷന്. പിന്നെ മിഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് ഫംഗൽ സ്പോർസിനെ നശിപ്പിക്കാന്, ക്യാബിനറ്റ് ക്ലീനിങ്ങിന്, ഇൻക്യുബേറ്റേഴ്സിന്റെ ക്ലീനിങ്ങിന്. ടോക്സിക് ആണ്, ഇൻഫ്ലേമബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ആൽഡിഹൈഡിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫോർമാൽഡിഹൈഡ് ആണ്. ഫോർമാൽഡിഹൈഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയസിഡല്, സ്പോർസിഡൽ ബാക്ടീരിയനെ അതുപോലെ തന്നെ സ്പോർസിനൊക്കെ കില്ല് ചെയ്യാനാണ്. അനാറ്റമിക്കൽ സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആന്ത്രാക്സിനൊക്കെ നമ്മൾ കില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗ്ലൂട്രാൾഡിഹൈഡ്. ഗ്ലൂട്രാൾഡിഹൈഡ് എന്തിനൊക്കെ എഗെയിൻസ്റ്റ് ആണെന്നാ പറയുന്നത്? എഗെയിൻസ്റ്റ് ഏതിനൊക്കെ ഉപയോഗിക്കും? ട്യൂബർക്കുലർ ബാസില അല്ലെ? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുല ഇല്ല, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലർ ബാക്ടീരിയക്കെതിരെ, ഫംഗസിന്, വൈറസിനൊക്കെ എഗെയിൻസ്റ്റ് കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് അതായത് ട്യൂബർക്കുലർ ബാസില. ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം. അപ്പൊ ഈ മൈക്കോബാക്ടീരിയത്തിനെതിരെ, ഫംഗസിനെതിരെ, വൈറസിനെതിരെ ഒക്കെ എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ആളാണ് ആരേത് കെമിക്കല്? ഗ്ലൂട്രാൾഡിഹൈഡ്. പിന്നെ അതെന്താണ്? ലെസ് ടോക്സിക് ആണ്. ടോക്സിക് കുറവാണ്. പക്ഷെ കണ്ണിലും സ്കിന്നിലൊക്കെ കത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ യൂസ്ഡ് ടു ട്രീറ്റ് അനസ്തെറ്റിക് റബ്ബർ. അവിടെ ഒന്ന് മാറ്റം ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് ആഡ് ചെയ്തോളുണ്ട്. യൂസ്ഡ് ടു ട്രീറ്റ് കോറുഗേറ്റഡ് റബ്ബർ എന്നാണ് കേട്ടോ. കോറുഗേറ്റഡ് റബ്ബർ അനസ്തെറ്റിക് ട്യൂബ്. ഞാൻ എഴുതിക്കോ, യൂസ് ടു ട്രീറ്റ് അനസ്തെറ്റിക് ട്യൂബ്. അനസ്തെറ്റിക് ട്യൂബ്, കോറുഗേറ്റഡ് റബ്ബർ അനസ്തെറ്റിക് ട്യൂബ് എന്ന ഒറ്റ വാക്കാണത്. കോറുഗേറ്റഡ് റബ്ബർ അനസ്തെറ്റിക് ട്യൂബ്. അതായത് നമ്മൾ ഈ ട്യൂബ് ഈ ഇതിലൊക്കെ കിടക്കുമ്പോൾ കണ്ടില്ലേ കുറെ ട്യൂബുകളൊക്കെ ഇടുന്നത് മൂക്കി കൂടി വായക്കൂടൊക്കെ. ആ ട്യൂബുകൾ, അതുപോലെ തന്നെ ഫേസ് മാസ്കുകൾ, അതുപോലെ തന്നെ വായക്കൂടെ ഒക്കെ നമ്മൾ ഈ ട്യൂബുകൾ ഇറക്കും. വയറുവേനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ട്യൂബുകൾ, മെറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, പോളിത്തീൻ, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഗ്ലൂട്രാൾഡിഹൈഡ് ആണ്. മനസ്സിലായല്ലോ? കോറുഗേറ്റഡ് റബ്ബർ ഏതില്ല അനസ്തെറ്റിക് ട്യൂബ്. അപ്പോൾ ഇത് ഫേസ് മാസ്ക്, പ്ലാസ്റ്റിക്, എൻഡോട്രക്കിയൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായക്കൂടെ ഇറക്കുന്ന ട്യൂബില്ല അത്, പിന്നെ മെറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഗ്ലൂട്രാൾഡിഹൈഡ് ആണ്. ഡൗട്ടില്ലല്ലോ? ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നതിനൊക്കെ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചാൽ മതി കേട്ടോ. പ്രധാനമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയക്ക്, ഫംഗസിനൊക്കെ എതിരെ എഫക്റ്റീവ് ആണ്, ഇറിറ്റേറ്റന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ഫേസ് മാസ്ക്, റബ്ബർ, അങ്ങനത്തെ ആ സാധനങ്ങളില്ല, അങ്ങനത്തെ 2 എഗെയിൻസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അടുത്ത ആളാണ് ഡൈസ്. 2 ടൈപ്പ് ഡൈ ആണുള്ളത്, അനിലിൻ ഡൈയും അക്രിഡിൻ ഡൈയും. ഏതൊക്കെയാണ്? അനിലിൻ ഡൈയും അക്രിഡിൻ ഡൈയും.
ബോത്ത് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ ഹൈ ഡയലൂഷൻ ബട്ട് ആർ എന്തുള്ളത് നോ ബാക്ടീരിയൽ ആർ ഓഫ് ലോ ബാക്ടീരിയ. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഡൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, 2 ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട്, അനിലിൻ ഡൈ യൂസ് ചെയ്യുന്നുണ്ട്, അക്രിലിൻ ഡൈ ഉണ്ട്. രണ്ടും എന്തെന്നാ പറയുന്നത്? ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. എന്താണ് ശ്രീനിത ബാക്ടീരിയോസ്റ്റാറ്റിക്? നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയോസ്റ്റാറ്റിക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്ടീരിയോസിഡൽ എന്താന്ന് പറഞ്ഞു? മൾട്ടിപ്ലിക്കേഷൻ. വെരി ഗുഡ്. മൾട്ടിപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക, തടഞ്ഞു നിർത്താൻ ചെയ്യുക. ബാക്ടീരിയ കൊല്ലാനുള്ള കഴിവ് അവർക്ക് കുറവാണ്, പക്ഷെ എന്ത് ചെയ്യും? നന്നായിട്ട് വരെ തടഞ്ഞു നിർത്തും. മൾട്ടിപ്ലിക്കേഷൻ തടഞ്ഞു നിർത്തും. അതുപോലെ തന്നെ അനിലിൻഡായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആണ് കൂടുതലായിട്ടും. ഗ്രാം നെഗറ്റീവിനെക്കാട്ടിയും എഫക്റ്റീവ് ആയിട്ട് അനിലിൻഡായി ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? ഗ്രാം പോസിറ്റീവിനാണ്. ഒരു ബാക്കിയില്ല പിന്നെ ബോത്ത് ആർ ബാക്ടീരിയ അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ്. ഡൗട്ട് ഇല്ലല്ലോ. അനിലിൻഡായി കൂടുതൽ ആർക്ക് എഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുക? ഗ്രാം പോസിറ്റീവിനാണ് കൂടുതലായിട്ടും എഫക്റ്റീവ് ആയിട്ട് ബാക്ടീരിയോസ്റ്റാറ്റിക് ആയിട്ടുള്ള അതിന്റെ ആക്ഷൻ കാണിക്കുക. പിന്നെ അത് കൂടാതെയുള്ള ഇമ്പോർട്ടന്റ് ഡൈസ് ആണ് പ്രോഫ്ലാവിൻ, അക്രിഫ്ലാവിൻ, യൂറോഫ്ലാവിൻ, അമിനോഫ്ലാവിൻ. അത്ര ഒന്ന് ഓർത്തച്ചാൽ മതി. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമൊക്കെ പഠിച്ചാൽ മതിട്ടാ. അപ്പൊ ഈ ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ഇമ്പയർ ദ DNA കോംപ്ലക്സ് ഓഫ് ദ ഓർഗാനിസം. ഇവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൈസ് പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യാ? ഓർഗാനിസത്തിന്റെ DNA. അപ്പൊ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഫർദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവർക്ക്? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ? DNA ഇതല്ലേ നമുക്ക് ഉണ്ടാവും. നമ്മളൊന്നും പഠിച്ചില്ല റീപ്രൊഡക്ഷൻ നടത്തുന്നത് തന്നെ. അപ്പൊ ഈ DNA പോയിട്ട് ശ്രീനിത DNA പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല? ഫർദർ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യില്ല, മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പൊ അതങ്ങനെയാണ് അതിന്റെ നമ്മൾ പറഞ്ഞില്ല ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയും പറഞ്ഞില്ലേ? അപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ തടയുന്നത്? അനിലിൻഡായൊക്കെ DNA പോയിട്ട് അത് ഇമ്പയർ ചെയ്യും. അതായത് DNA പോയിട്ട് അത് ആക്ട് ചെയ്യും. അവിടെ അതിന്റെ എന്ത് ചെയ്യും? ഫംഗ്ഷനൊക്കെ തകരാറിലാക്കും. ഫർദർ ആയിട്ടുള്ള റീപ്രൊഡക്ഷനും കാര്യങ്ങളും ആര്? ഡൈസ് നിർത്തലാക്കും. ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ് ഉള്ള ആളാണ് നമ്മുടെ ഹാലോജൻസ്. ഹാലോജൻസിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ആരാണ്? അയഡിൻ ആണ് അല്ലെ? അയഡിൻ യൂസ്ഡ് ആസ് എ സ്കിൻ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അയഡിൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ ഡിസിൻഫെക്റ്റന്റ് ആയത് ഇപ്പൊ ഏതിലൊക്കെ ആക്ടിവിറ്റി ആൻഡ് മോഡറേറ്റ് ആക്ഷൻ ഓൺ സ്പോർട്സ്. സ്കിൻ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഇപ്പൊ നമ്മളെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡെറ്റോള് ഒക്കെ നമ്മള് ചില വെള്ളത്തിൽ ഒഴിച്ചിട്ട് കാണിക്കലില്ലേ? അപ്പൊ അതെന്താണ്? നമ്മുടെ സ്കിന്നിലുള്ള ഈ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? അയഡിൻ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഉണ്ട്, ഉപ്പിലുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഹാവിങ് ആക്റ്റീവ് ബാക്ടീരിയൽ ആക്ടിവിറ്റി. അതിന് എന്തുണ്ട്? ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മോഡറേറ്റ് ആക്ഷൻ ഓൺ സ്പോർട്സ്. ചെറിയ രീതിയിൽ സ്പോർട്സിന് എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയഡിൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിന്നിന്റെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില മിക്ക ഓയിൻമെന്റിന്റെ കണ്ടന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ബാക്ടീരിയൽ ആക്ടിവിറ്റി, ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഓയിൻമെന്റിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് എപ്പോഴും നോക്കി നോക്കും. മുറിവുണ്ടായി ഉണക്കാൻ വേണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിന് ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ചെറിയ എമൗണ്ടിൽ സ്പോർസിനെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ അയഡിനുണ്ട്. അതാണ് ഹാലോജൻ. പിന്നെ അടുത്ത വരുന്ന ആളാണ് ക്ലോറിന്. അപ്പൊ ഹാലോജൻസിൽ വരുന്ന 3 ആൾക്കാരാണ് ഏതൊക്കെ? ഒന്ന് അയഡിന്, ക്ലോറിന്, ഫിനോള്. ഏതൊക്കെയാണ്? അയഡിന്, ക്ലോറിന്, ഫിനോൾ ആണ് വരുന്നത്. അപ്പൊ അയഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനെന്ത്? സ്കിൻ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? ഹാവിങ് ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയനെ കൊല്ലാനുള്ള നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിനെ എന്ത് ചെയ്യാനുള്ള നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ക്ലോറിൻ പറഞ്ഞു. ക്ലോറിൻ നമുക്കറിയാം വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്യില്ല, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡിസിൻഫെക്റ്റന്റ് വാട്ടർ സപ്ലൈസ്. വെള്ളത്തിന്റെ സ്വിമ്മിംഗ് പൂളില് നമ്മൾ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡയറി ഇൻഡസ്ട്രിയിൽ, നമ്മള് ഫുഡില് ഡയറി പറഞ്ഞ പാൽ ഇൻഡസ്ട്രിയിലെ അതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. along with the hypochlorite are bactericidal and are also act on virus. ഇനി ഇതിന്റെ കൂടെ ക്ലോറിന്റെ കൂടെ നമ്മൾ ഹൈപ്പോക്ലോറൈഡ്, എന്താണ് ഹൈപ്പോക്ലോറൈഡ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ബാക്ടീരിയനെ കൊല്ലാനുള്ള ഒരു കഴിവും കൂടി അതിന് എക്സ്ട്രാ ഒരു കുറച്ചും കൂടി പവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈറസസിന് എഗെയിൻസ്റ്റ് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്ലോറിന് ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ക്ലോറിനിൽ എന്താ പറയണത്, വാട്ടർ സപ്ലൈസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഡയറി ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് പറഞ്ഞു, അതിന്റെ കൂടെ എന്ത് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഹൈപ്പോ ക്ലോറൈറ്റ് കൂടി കൂട്ടി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കഴിവുണ്ട്, നമ്മുടെ ബാക്ടീരിയനെ കിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ എന്തെന്നും പറഞ്ഞു, വൈറസസിനും കൂടിയും എഗെയിൻസ്റ്റ് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ആര്, നമ്മുടെ ക്ലോറിന് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തുള്ള ആളാണ് നമ്മുടെ ഫിനോള്. ഫിനോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾട്ടാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേപ്പറൈസ് ചെയ്യുക, അതായത് ബാഷ്പീകരിക്കുക, അതന്നെ. ഇപ്പൊ എന്താ, നീരാവിയാക്കി കളയുക, അതായത് ഇതിനെ ഉരുക്കിയിട്ട് അതിന്റെ വേപ്പർ ഇല്ല, അങ്ങനെ ചെയ്തിട്ടാണ് ഫിനോൾസ് നമുക്ക് കിട്ടുന്നത്. ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഡിസ്റ്റിലേഷൻ ഓഫ് കോൾട്ടാർ ബിറ്റ്വീൻ 170-270 ഡിഗ്രിയിൽ ഇതിനെ മെൽറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഉരുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനോള്. ഫിനോൾ എങ്ങനെ കിട്ടുന്നതാണ്, എന്തിന്റെ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ്, കോൾട്ടാറിന്റെ. എങ്ങനെയാണ് ഫിനോൾ കിട്ടുന്നത്, കോൾട്ടാറിന്റെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്നതാണ്. എത്ര ടെമ്പറേച്ചറിൽ, 170-270 ടെമ്പറേച്ചറിൽ നമ്മൾ ഇതിനെ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് എന്ത്, ഫിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലീതൽ ഇഫക്റ്റ് എങ്ങനെയാണ് ഇത് ഒരു ബാക്ടീരിയയുടെ മുകളിൽ ചെന്നിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ടു കോസ് ഓൾ മെംബ്രെയിൻ റിലീസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സെൽ മെംബ്രെയിന്, ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിന് ഡാമേജ് ആവും. സെൽ മെംബ്രെയിൻ ഡാമേജ് ആയി എന്താ ഉണ്ടാവുക, സെല്ലിന്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും പുറത്തു വരും, സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നശിക്കും. അതുപോലെ തന്നെ DNA RNA അല്ല പിന്നെ ലോ കോൺസെൻട്രേഷൻ. ഇത് ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ ബാക്ടീരിയയുടെ ഉള്ളിലെ പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കും കൂടി ഉണ്ട്, നമ്മുടെ ഈ ഫിനോൾസിന്. അപ്പൊ എത്ര കാര്യങ്ങളാണ് ഹാലോജൻസിൽ 3 കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആരൊക്കെയാണ്, ക്ലോറിന്, അയഡിന്, ക്ലോറിന്, ഫിനോൾ. ക്ലോറിനിൽ എന്താ പറഞ്ഞത്, അയഡിനിൽ എന്താ പറഞ്ഞത്, സ്കിന്നിന്റെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ടീരിയസിനെ കൊല്ലാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ സ്പോർസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തെ പറഞ്ഞത് ക്ലോറിൻ ആണ്. ക്ലോറിനിൽ എന്ത് പറഞ്ഞു, വാട്ടർ സപ്ലൈസ്, സ്വിമ്മിംഗ് പൂളില്, ഫുഡ് ആൻഡ് ഡയറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈപ്പോക്ലോറൈഡ് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബാക്ടീരിയനെ കൊല്ലാനുള്ള കഴിവുണ്ട്. പിന്നെ വൈറസസിനെ അഗേൻസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്താണ് ഫിനോൾ. ഫിനോൾ എന്താ പറഞ്ഞത്, എങ്ങനെ കിട്ടുന്നതാണ്, എന്തിന്റെ ഡിസ്റ്റിലേഷൻ നടന്നിട്ട് കിട്ടുന്നതാണ്, കോൾട്ടാർ അല്ലെ. കോൾട്ടാറിനെ ബാഷ്പീകരിച്ച് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 170-270 ഡിഗ്രിയിലാണ് നമ്മൾ അതിനെ ഈ ലിക്വിഡ് ഒരു കോമ്പൗണ്ട് ആണ് കോൾട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനെ നമ്മൾ ഇതേപോലെ ലിക്വിഡ് ആയിട്ടൊരു സാധനമാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇവോപ്പറേറ്റ് ചെയ്യിക്കുക, ഒരു സ്റ്റീം പോലെ. അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഫിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന് ഒരുപാട് ലീതൽ എഫക്ട്. എങ്ങനെയാണ് ഇത് ബാക്ടീരിയ എന്നാൽ ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ബാക്ടീരിയയുടെ സെല്ലിന്റെ മെംബ്രെയിനൊക്കെ ഡാമേജ് ചെയ്യും. ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കണ്ടന്റ് ഒക്കെ റിലീസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സെല്ലിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസ്, ബാക്ടീരിയയുടെ പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യത് നശിപ്പിച്ച് കളയും. പിന്നെ ഉള്ള അടുത്ത ആളാണ് കഴിഞ്ഞാൽ ഗ്യാസ്. പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതൊക്കെ വെച്ചാൽ എത്തിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, ബീറ്റ, പ്രൊപ്പിയോ, ലാക്ടോൺ. ഏതൊക്കെയാണ് ഗ്യാസുകൾ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എത്തിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, ബീറ്റ, പ്രൊപ്പിയോ, ലാക്ടോൺ, BPL അല്ലെ. അപ്പൊ നോക്ക് ആദ്യം ഫോർമാൽഡിഹൈഡ് ഗ്യാസ് എന്താണ്, അതല്ലേ അല്ല എത്തിലീൻ ഓക്സൈഡ് ആണ് ഫസ്റ്റ്. അപ്പൊ എന്താ എത്തിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ഷൻ ഈസ് ഡ്യൂ ടു ആൽക്കലൈറ്റിംഗ് ദ അമിനോ കാർബോഹൈഡ്രോക്സിൽ ആൻഡ് സൾഫാഹൈഡ്രൽ ഗ്രൂപ്പ് ഇൻ പ്രോട്ടീൻ ന്യൂക്ലിയസ്. അതായത് ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏതാണ് ഈ എത്തിലീൻ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമിനോ ആസിഡിന്റെ കൂടെ അതുപോലെ തന്നെ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഇല്ല അതിന്റെ കൂടെ സൾഫൈഡ് ഗ്രൂപ്പ് ഇല്ല ഇതിനൊക്കെ കൂടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ ഇനി പഠിക്കുമ്പോൾ കെമിസ്ട്രി ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വേറൊരാളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർവഹിക്കാൻ പറ്റില്ല. അതാണ് സംഭവം. അപ്പൊ ഈ കെമിക്കൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കെമിക്കൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. എന്തിൻ്റെ ഒക്കെ കൂടെ അമീനൈ ഇപ്പൊ ഇവളുള്ള ഒരു അമൈനാണ്, ഇവളൊരു കാർബോക്സൈലാണ്, ഇവര് സൾഫൈഡ് ഗ്രൂപ്പാണ് വിചാരിക്കുക. അപ്പൊ ഇവരൊക്കെ കൂടെ ഏത് ഗ്രൂപ്പിനെ ആഡ് ചെയ്യും, ആൽക്കൈൽ ഗ്രൂപ്പ്. എന്തിനെ ആഡ് ചെയ്യും, ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. ഏത് ഗ്രൂപ്പിന്റെ ഒക്കെ കൂടെ, അമൈനിന്റെ കൂടെ, കാർബോക്സൈലിന്റെ കൂടെ, സൾഫോഹൈഡ്രലിന്റെ കൂടെ ഒക്കെ എന്തിനെ ആഡ് ചെയ്യും, ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് കൃത്യമായിട്ട് അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എവിടെ ആക്ട് ചെയ്ത് പോയിട്ട് നമ്മളെ DNA-ലും RNA-ലും ആക്ട് ചെയ്യും. പറയണ്ടല്ലോ, DNA-ലും RNA-ലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അങ്ങനെ ബാക്ടീരിയ നശിച്ചു പോകും. പിന്നെ പറയണത് പിന്നെ എവിടെ എന്തിനൊക്കെ സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്, ഹാർട്ട് ലങ് എന്താണ്, ഹാർട്ട് ലങ് മെഷീൻസിൽ, ഹാർട്ടിന്റെ ലങ്ങിന്റെ ഒക്കെ മെഷീൻസ് സ്റ്റെറിലൈസേഷന്, റെസ്പിറേറ്റേഴ്സിന്, അതുപോലെ സച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു നൂല് പോലത്തെ സാധനം ഒന്ന് കുളത്തി വലിച്ച് ിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ, ഇമേജ് അയച്ചു തരാം. അപ്പൊ അതിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഡെന്റൽ എക്യുപ്മെന്റ്, ബുക്ക്, ക്ലോത്തിങ്സ്, ഇതിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷൻ നമ്മൾ ഏത് ഗ്യാസ് യൂസ് ചെയ്യും, ഈ എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. ഡൗട്ടില്ലല്ലോ. അപ്പോൾ എത്തിലീൻ ഓക്സൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ മെയിൻ ഗ്രൂപ്പിന്റെ കൂടെ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ കൂടെ സൾഫൈഡൽ ഗ്രൂപ്പിന്റെ ഒക്കെ കൂടെ ഏത് ഗ്രൂപ്പ് ആഡ് ചെയ്യും, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഏത് ഗ്രൂപ്പ് ആഡ് ചെയ്യും, ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അതിന്റെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളും നടക്കാതെ വരും. ഡൗട്ടില്ലല്ലോ. അതിന്റെ കൂടെ DNA-യുടെയും RNA-യുടെയും ഒക്കെ പോയിട്ട് അത് ആക്ട് ചെയ്യും, അതിന്റെ ഫംഗ്ഷൻ തകരാറിലാക്കും. പിന്നെ പറയപ്പെട്ട കുറച്ച് മെഷീൻസ് ഉണ്ട്, അതിന്റെ സ്റ്റെറിലൈസേഷനും കൂടി ആര് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള അടുത്താൾ നമ്മുടെ ഫോർമാൽഡിഹൈഡ് ആണ് അല്ലെ. ഫോർമാൽഡിഹൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ്, അതായത് കൂടുതലായിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ, റൂമുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഫ്യൂമിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്യൂമിഗേഷൻ പറഞ്ഞാൽ പുകയ്ക്കില്ലേ നമ്മള്, അങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂമിഗേഷൻ പറഞ്ഞാൽ പുകയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നമ്മള് രാത്രി നമുക്ക് കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് വീട്ടിൽ പുകയ്ക്കില്ല, അതേപോലെ ഈ ഓപ്പറേഷൻ തിയേറ്ററും റൂമുകളൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ്. അപ്പൊ എങ്ങനെ ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 250 ml 280 ml ഫോർമാലിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, 150 ഗ്രാം പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, KMnO4 ഉണ്ടല്ലേ, അതാണ് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്. എന്താണ് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്യും എന്തിൽക്ക്, ഈ 280 ml ഫോർമാലിന്. അതായത് 1000 സ്ക്വയർ ഫീറ്റ് ക്യൂബിക് ഫീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വേണം, 280 ml-ക്ക് ഈ 150 ഗ്രാം പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്ത് വേണം. ജസ്റ്റ് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, പൊട്ടാഷ്യം പെർമാഗ്നേറ്റും ഫോർമാലിനും. എത്ര ഗ്രാം പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആണ്, 150 ഗ്രാം പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്. എത്ര ml-ക്ക്, 280 ml-ക്ക് ഫോർമാലിന് യൂസ് ചെയ്യും. അതാണ് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ക്ലോസിംഗ് ദ വിൻഡോസ് ആൻഡ് അതർ ഔട്ട്ലെറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് പുകയ്ക്കുന്ന സമയത്തൊക്കെ ഇത് തുറന്നിട്ട് കാര്യമുണ്ടാ ഇല്ല, ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഫ്യൂമിഗേഷൻ ചെയ്യുക. പിന്നെന്താ, ആഫ്റ്റർ ഫ്യൂമിഗേഷൻ ഡോർ ഷുഡ് ബി സീൽഡ് ആൻഡ് 48 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യില്ല, അത് തുറക്കില്ല. അത് അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ നിർത്തും. അത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഫോർമാൽഡിഹൈഡ്. അപ്പൊ എന്താണ് ഫോർമാൽഡിഹൈഡ് പറഞ്ഞാൽ, ഓപ്പറേഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഒരു ഗ്യാസ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, ഫോർമാൽഡിഹൈഡ് ആണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് അറിയാലോ, 150 ഗ്രാം KMnO4 280 ml ഫോർമാലിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോർസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യുക, 48 മണിക്കൂറിന് അത് ഓപ്പൺ ആക്കാതിരിക്കുക. പിന്നെ ലാസ്റ്റുള്ള ആളാണ് നമ്മുടെ ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബീറ്റ പ്രൊപ്പിയോൺ ലാക്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അതെങ്ങനെ കിട്ടണതാന്ന് വെച്ചാൽ, കീറ്റോണ് ഫോർമാൽഡിഹൈഡ് നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ എന്ന് പറയുന്നത്. അത് നോക്കണ്ട കേട്ടോ നിങ്ങൾ, ആ പോയിന്റ് ഒന്നും വേണ്ട. ജസ്റ്റ് അതിന് എന്തിനുള്ള കഴിവുണ്ടെന്ന് ഓർത്താൽ മതി. ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അത് എന്തും കൂടിയാണ് കാർസിനോജനിക് ആണ്. കാർസിനോജനിക് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, ക്യാൻസർ കോസിങ് ആണ് അല്ലെ. കാർസിനോജനിക് പറഞ്ഞാല് അത് ഏതായിരുന്നു കാർസിനോജനിക്, ഇത് കാർസിനോജനിക് ഏതായിരുന്നു, ഒരു ഫിൽറ്റർ എടുത്തപ്പോഴാണ് പറഞ്ഞത്, ഏത് ഫിൽറ്റർ ആയിരുന്നു, ആസ്ബെറ്റോസ് ഫിൽറ്റർ അല്ലെ. ആസ്ബെറ്റോസ് ഫിൽറ്റർ കാർസിനോജനിക് എന്ന് പറഞ്ഞു. അതേപോലത്തെ ഒരു കാർസിനോജനിക് പ്രോപ്പർട്ടി ഉള്ള ആളാണ് ആര്, ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ആക്റ്റീവ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ ഈ ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ആക്റ്റീവ് വൈറസസിനെ കില്ല് ചെയ്യാനുള്ള കഴിവും കൂടി ആർക്കുണ്ട്, നമ്മുടെ ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ ഉണ്ട്. ഡൗട്ടില്ലല്ലോ. ഇത്ര കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് എനിക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റെറിലൈസേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് വേണ്ട വീഡിയോസും ഇമേജസും ഒക്കെ ഞാൻ അയച്ചുതരാം കേട്ടോ.